നമസ്തേ. ജനൻ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലവ് ജിഹാദ് കേരളത്തിൽ വീണ്ടും സജീവമാവുകയാണ്. പ്രണയം നടിച്ച് വശീകരിച്ച് മതം മാറ്റുന്ന ആസൂത്രിത നീക്കം സംഘടിത നീക്കം തന്നെയാണെന്ന് വീണ്ടും വീണ്ടും ബലപ്പെടുന്നു. കൊട്ടാരക്കരയിൽ പ്രണയം നടിച്ച് +2കാരിയെ മതപരിവർത്തനം നടത്തിയ സംഭവം, നിലമ്പൂർ ചുങ്കത്തറയിലെ ഓർത്തഡോക്സ് സഭാവൈദികന്റെ വീട്ടിലെ പെൺകുട്ടിയെ ഇറക്കിക്കൊണ്ടുപോയ സംഭവം, കോതമംഗലത്തെ TTC വിദ്യാർത്ഥി സോനായിൽ ദോസ് ആത്മഹത്യ ചെയ്ത സംഭവം, ഇങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ 3 ലവ് ജിഹാദ് സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ചില ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളുടെ ഇടപെടലിനെ സർക്കാർ ഒത്താശ ചെയ്യുകയാണെന്ന വിമർശനമാണ് ശക്തമാകുന്നത്. പ്രണയക്കെണി അപകടക്കെണിയാകുമ്പോഴും സർക്കാർ സംവിധാനങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് എന്തുകൊണ്ട്? ഈ വിഷയമാണ് ജനൻ ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്, പരിശോധിക്കുന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ RV ബാബു, കാസ പ്രതിനിധി ശ്രീ കെവിൻ പീറ്റർ, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ, നാഷണൽ ലീഗ് നേതാവ് ശ്രീ ജലീൽ പുന്നിലൂർ, സാമൂഹ്യ പ്രവർത്തക ജാമിദ ടീച്ചർ എന്നിവരാണ് അതിഥികളായി ചേരുന്നത്. ആദ്യം ശ്രീ RV ബാബുവിലേക്ക്. ശ്രീ RV ബാബു, കേരളത്തിൽ ലവ് ജിഹാദ് എന്നൊന്നില്ല, പ്രണയത്തിന്റെ പേരിൽ ഒരു മതം മാറ്റവുമില്ല, അതൊക്കെ സംഘപരിവാർ അജണ്ടയാണ്. ഇങ്ങനെയാണ് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും പറഞ്ഞുറപ്പിക്കാൻ ശ്രമിക്കുന്നത്. കാലാകാലങ്ങളായി ഈ വാക്കുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതാ കൊട്ടാരക്കരയ്ക്ക് പിന്നാലെ കോതമംഗലത്തു നിന്നും ലവ് ജിഹാദിന്റെ വാർത്ത, ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയുടെ വാർത്തയാണ് നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. എങ്ങനെ കാണുന്നു? ഇന്ന് കോതമംഗലത്ത് നിന്ന് നമ്മൾ കേട്ട വാർത്ത നമ്മളെല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ്. ഒരു 23 വയസ്സുള്ള പെൺകുട്ടി, താൻ വിശ്വസിച്ച് പ്രണയിച്ച ചെറുപ്പക്കാരൻ, വിവാഹത്തിന് മുന്നോടിയായിട്ട്, വിവാഹത്തിന് ഉപാധിയായിട്ട് മതം മാറണം എന്ന് പറയുക മാത്രമല്ല, മതം മാറ്റത്തിന് വേണ്ടി ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും ക്രൂരമായി മർദ്ദിക്കുകയും ആ പെൺകുട്ടിയെ ബലമായിട്ട് പൊന്നാനിയിലേക്ക് കൊണ്ടുപോയി മതം മാറ്റാനും മതം പഠിപ്പിക്കാനും ഒക്കെ ശ്രമിച്ച ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഒടുവിൽ ഈ വലിയ തോതിൽ ഇമ്മോറൽ ട്രാഫിക്കിംഗ് അടക്കമുള്ള സ്വഭാവ ദൂഷ്യമുള്ള കാമുകനാണ് എങ്കിൽ പോലും അതെല്ലാം ക്ഷമിച്ച് സ്നേഹത്തിന് വേണ്ടി താൻ സ്നേഹിച്ച യുവാവിനോടൊപ്പം കഴിയാൻ തയ്യാറായ ആ പെൺകുട്ടി ഒടുവിൽ നിരാശയായിട്ട് മതം മാറണം എന്നുകൂടി പറഞ്ഞപ്പോൾ അതിന് വരെ തയ്യാറായി. പക്ഷേ വീണ്ടും അതിനു വേണ്ടിയുള്ള ആ പരിശ്രമങ്ങൾ തൻ്റെ ഭാവി ജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആവണം ആ പെൺകുട്ടി ആത്മഹത്യ എന്നുള്ള മാർഗം സ്വീകരിച്ചത്. ഇത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ക്രിസ്തു മതവിശ്വാസിയായിട്ടുള്ള യുവതി, അവരുടെ അച്ഛൻ മരിച്ചിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ, അവരുടെ അപ്പൻ മരിച്ചിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ 2 മാസമായി ആ കുടുംബത്തിലെ ആ അമ്മയ്ക്ക് തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, തൻ്റെ മകളെ നഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ പ്രണയത്തിനേക്കാൾ മതത്തിന് സ്ഥാനം കൊടുക്കുക എന്നുള്ളത് നമ്മൾ വീണ്ടും കാണുകയാണ്. ഇതിനെയാണ് നമ്മൾ ലവ് ജിഹാദ് എന്ന പേര് കൊണ്ട് പറഞ്ഞു വരുന്നത്. പ്രണയത്തെ മതം മാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുക, മതം മാറ്റം നടത്താൻ വേണ്ടി പ്രണയിക്കുന്നതായിട്ട് നടിക്കുക, അങ്ങനെ പ്രണയിച്ച് ആ കുട്ടിയെ ട്രാപ്പിൽപ്പെടുത്തുക, ഒടുവിൽ രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കുള്ള അത്തരം സാഹചര്യങ്ങളിലേക്ക് ആ കുട്ടിയെ നയിക്കുക. ചിലർ അതിൽ പെട്ടുപോകുന്നു, ജീവിതം അവസാനം വരെ ആ ട്രാപ്പിൽ തന്നെ ജീവിക്കാൻ നിർബന്ധിതരാകുന്നു. അവർ പുറത്തു വന്ന് പറയില്ല ഞങ്ങൾ ട്രാപ്പിൽ പെട്ടു എന്ന് പറയാം, അവർക്ക് അതുപോലും പറയാൻ സാധ്യമല്ല. കാരണം അവർക്ക് അവരുടെ കൂടെ അയാളുടെ കൂടെ ജീവിച്ചേ പറ്റൂ. മറ്റൊരു മാർഗം അങ്ങനെ അവരുടെ മുമ്പിലില്ല പെൺകുട്ടികൾക്ക്. അങ്ങനെയുള്ളവർ ആ മാർഗത്തിലൂടെ തന്നെ ഈ മതം മാറി ഭർത്താവിനോടൊപ്പം ജീവിക്കേണ്ട സാഹചര്യത്തിലേക്ക് തള്ളപ്പെടുകയാണ്. ചിലർ അതിൽ നിന്നും വിമുക്തരായിട്ട് രക്ഷപ്പെട്ടു പോകുന്നു, ചിലർ അതിൽ നിരാശരായിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ഇങ്ങനെ എത്ര കേസുകൾ നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ സംഭവിക്കുന്ന ഈ കേരളത്തിൽ ഇതൊന്നും നടക്കുന്നില്ല എന്ന് നമ്മുടെ മാധ്യമങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ആവർത്തിച്ചു പറയുന്നു ഇതൊക്കെ സംഘപരിവാറിന്റെ അജണ്ടയാണ്, ഇത് ചില ക്രിസ്ത്യൻ വർഗീയ സംഘടനകളുടെ പ്രചരണമാണ്, ആ പ്രചരണം ഏറ്റെടുത്ത് സഭയടക്കമുള്ള ആളുകൾ അത് ഏറ്റുപിടിക്കുകയാണ് എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ ഇത് ഇത്രയും കാലം ചർച്ച ചെയ്തത്. പക്ഷേ ഇന്ന് അത്ഭുതകരമെന്ന് പറയട്ടെ, ചില പ്രമുഖ മാധ്യമങ്ങൾ, കേരളത്തിലെ ചില പ്രമുഖ മാധ്യമങ്ങൾ അവരുടെ തലക്കെട്ട് ലവ് ജിഹാദോ എന്ന് ചോദിച്ചുകൊണ്ട് തലക്കെട്ടോട് കൂടിയിട്ട് ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. സ്വാഗതാർഹമാണ്, അത്രയും നല്ലത്. കാരണം ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിന്റെ പിന്നിലൊരു സംഘടനയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിന്റെ പിന്നിലൊരു സംഘടനയുടെ ആവശ്യമില്ല.
കാരണം ഇസ്ലാമിനെ അങ്ങനെ പരുവപ്പെടുത്തിയെടുത്തിട്ടുണ്ട് കേരളത്തിൽ. ഒരു മതബോധം, തീവ്ര മതബോധത്തിലേക്ക് കേരളത്തിലെ ഒരു സാധാരണ ഇസ്ലാമിക കുടുംബത്തെ എത്തിക്കുന്നതിൽ കാലങ്ങളായിട്ട് പ്രവർത്തിച്ചു വന്ന ഇസ്ലാമിക സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു സാധാരണ മുസ്ലിം കുടുംബം ഇപ്പം ഇതിൻ്റെ പിന്നിൽ ഈ കാര്യത്തിന് ചെയ്ത റമീസ് എന്ന ചെറുപ്പക്കാരൻ പോപ്പുലർ ഫ്രണ്ടുകാരനാവണമെന്ന് പോലുമില്ല, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരനാവണമെന്നില്ല, ഏതെങ്കിലും ഒരു സംഘടനയിൽ അംഗമാകണമെന്നില്ല. കാരണം ജനറലി ഒരു മുസ്ലിം കുടുംബം ഇപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെ ആകുന്ന തരത്തിലേക്ക് ഒരു ഇസ്ലാമിക കുടുംബങ്ങളെ മാറ്റിയെടുക്കുന്നതിൽ ഈ ഇസ്ലാമിക തീവ്ര സംഘടനകൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. തീവ്രമായ ഇസ്ലാമിക മതബോധത്തിലേക്ക് കേരളത്തിലെ ഇസ്ലാമിനെ നയിക്കുന്നതിലേക്ക് ഈ സംഘടനകൾ വിജയിച്ചു. ഇനി ഒരു സംഘടനയുടെ ആവശ്യം കൂടാതെ തന്നെ പൊതുവായിട്ടുള്ള മുസ്ലിം സമൂഹം, ഇസ്ലാം സമൂഹം ഇത്തരത്തിലെ പെരുമാറും. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ലവ് ജിഹാദ് എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമാണ്. എത്ര അത് ഇല്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചാലും കൺമുന്നിൽ ഇതാ സാക്ഷ്യങ്ങൾ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. ഓരോ ദിവസവും ഓരോ ഉദാഹരണങ്ങളാണ് വരുന്നത്. ശ്രീ കെവിൻ പീറ്റർ, ഇവിടെ ഇത്തരത്തിലുള്ള ലവ് ജിഹാദ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിനെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റം എന്നുള്ള വ്യാഖ്യാനം നൽകുന്നു. ഒരു മതവിഭാഗത്തെ ഒറ്റപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കം എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു. പക്ഷേ ആ വ്യാഖ്യാനങ്ങളെല്ലാം യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി നമ്മൾ ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്, കേരളം നീങ്ങുന്നത് എന്നുള്ള ഒരു ചിത്രം തന്നെയല്ലേ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത്. കോതമംഗലത്തെ സോന എൽദോസ് എന്ന കുട്ടിയുടെ ആത്മഹത്യ, അത് ഈ യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അവിടെ രാഷ്ട്രീയക്കാരുടെ ഒത്താശയുണ്ട്, മാധ്യമങ്ങളുടെ പിന്തുണയുണ്ട്, ഭരണകൂടത്തിന്റെയും മതസംഘടനകളുടെയും സപ്പോർട്ടുണ്ട്. ഇവിടെ പ്രണയം ആർക്കാണുള്ളത്? ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് മാത്രമാണ് പ്രണയമുള്ളത്. പക്ഷെ എതിർവശത്ത് നിൽക്കുന്നവർക്ക്, ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നവർക്ക് പ്രണയമില്ല. മറിച്ച് അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്. ശ്രീ RV ബാബു ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് അതിന്റെ കാരണം. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള മതമൗലികവാദ ഭീകരവാദ സംഘടനകൾ മുസ്ലിം യുവാക്കളിലേക്ക് അമുസ്ലിങ്ങളായ പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത് അവരുടെ മതപരമായ അവരുടെ പരലോകത്തുള്ള ജീവിതത്തിന് പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള അവരുടെ തലച്ചോറിലേക്ക് അടിച്ചു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മതങ്ങൾക്കുള്ളിൽ അന്യമതത്തിലെ പെൺകുട്ടികളെ പ്രണയിച്ചു കൊണ്ടുവരുന്നത് ഒരു സംഘടനയുടെയും പിൻബലമില്ലാതെ സ്വന്തം തീരുമാനം ഒരു ട്രെൻഡായി ഇപ്പോൾ അത് മാറിയിരിക്കുകയാണ്. ഇവിടെ നോക്കൂ, സോന എൽദോസിന്റെ കാര്യത്തിൽ തന്നെ നോക്കൂ. അവളുടെ പിതാവിന്റെ മരണം നടന്നിട്ട് പോലും അവളുടെ പ്രണയം നിലനിർത്താൻ വേണ്ടിയിട്ട് അവൾ മതപരിവർത്തനത്തിന് തയ്യാറായി. ഒന്ന് നോക്കൂ, ഒരു പെൺകുട്ടിയെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് മറ്റൊരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധത്തിന് പോയി ഇയാൾ പിടിയിലാവുന്നത്. അത് അനശ്വര പ്രണയമാണ്, ഇവളോട് മാത്രമാണ് സ്നേഹമെങ്കിൽ ഒരിക്കലും വേറൊരു സ്ത്രീയുമായിട്ട് പോകുമായിരുന്നില്ല. ഇങ്ങനെ വേറൊരു സ്ത്രീയുമായിട്ട് ലോഡ്ജിലോ മറ്റെവിടെയോ പോയി പിടിക്കപ്പെട്ട വ്യക്തി ഈ സോന എന്ന് പറഞ്ഞ പെൺകുട്ടിയെയും സെക്ഷലായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നോക്കൂ, അവളുടെ ആ പ്രണയം അവളുടെ സംശുദ്ധമായ പ്രണയം ആയതുകൊണ്ടാണ് താൻ പ്രണയിച്ച വ്യക്തിക്ക് ഒരു തെറ്റു പറ്റിയിട്ട് പോലും അത് ക്ഷമിക്കാൻ തയ്യാറാകുകയാണ് ആ പെൺകുട്ടി ചെയ്യുന്നത്. തയ്യാറായിക്കൊണ്ട് ലീഗലായി രജിസ്റ്റർ ചെയ്യാനാണ് അവനോട് ആവശ്യപ്പെടുന്നത്. പക്ഷെ അവൻ അതിനല്ല തയ്യാറാകുന്നത്, മറിച്ച് ലീഗലായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അവളെ ഇറക്കിക്കൊണ്ടുപോവുകയും അവളെ പൊന്നാനി പോലുള്ള മതപഠന കേന്ദ്രത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് മതം മാറ്റാനാണ് അവനും ആ റമീസ് എന്ന് പറയുന്ന യുവാവും അവന്റെ കുടുംബവും തയ്യാറാകുന്നത്. ഇവിടെ ഇത് തന്നെയാണ് കാരണം. അവരുടെ ലക്ഷ്യം പ്രണയമോ ഒന്നിച്ചുള്ള ജീവിതമോ ഒന്നുമല്ല. ആ സോന എന്ന് പറഞ്ഞ പെൺകുട്ടി ഇത്തരത്തിലൊരു കുടുംബത്തിലേക്ക് മതം മാറി പോയിരുന്നെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവൾക്ക് ഇതേപോലെ തന്നെ അവൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നു, ഉറപ്പ് തന്നെയാണ്. അപ്പൊ ഇത് എല്ലാവരുടെയും ഇവിടെ സപ്പോർട്ടുണ്ട്. ഇത്രയും സംഭവം നടന്നിട്ട് ഏതെങ്കിലും ഇപ്പം ഛത്തീസ്ഗഡിന് വേണ്ടിയും മണിപ്പൂരിന് വേണ്ടിയൊക്കെ കരഞ്ഞ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർ ഇതിനെതിരെ ഒരു പ്രസ്താവനയോ എന്തെങ്കിലും ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്? ഇല്ല. രാവിലെ മുതൽ വളരെ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്ത ചില മാധ്യമങ്ങളൊക്കെ ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞപ്പോൾ ആ വാർത്തയെല്ലാം മെയിൻ ഇതിൽ നിന്ന് മുക്കിക്കളഞ്ഞു. അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണകൂടം ഇപ്പോൾ ഇത്തരക്കാർക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
അത് മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ അയൽക്കാർക്കോ ഒന്നും മനസ്സിലാകുന്നത് ഒഴിവാക്കാനായിട്ട് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തന്നെയാണ് നിർത്തലാക്കിയത്. ഇപ്പോൾ കോവിഡ് കാലത്തെ ബുദ്ധിമുട്ടിന് പരിഹാരം എന്ന നിലയിൽ ദൂരെ ഇരുന്നുകൊണ്ട് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഇത്തരം രജിസ്ട്രേഷൻ മാരേജ് നടത്തി കൊടുക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും അല്ലാത്ത ഒരു കണ്ടീഷനിലും ചെയ്തു കൊടുക്കാമെന്നുള്ള രീതിയിൽ വാക്കാലൊരു ഇത് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന്, മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന്, രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്ന് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഇവിടെ ഈ ഒരു നിർലോഭം നടന്നിരിക്കുകയാണ്. ഇത് അറിയുന്നുണ്ട്, ഇവർക്കെല്ലാം അറിയാം. പക്ഷെ ഇവരൊക്കെ ഇത് കണ്ടില്ല എന്ന് അടിക്കുകയാണ്. ക്രിസ്ത്യൻ സമുദായ നേതൃത്വം ഉൾപ്പെടെ ഈ മധ്യ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു രൂപതയിലെ ബിഷപ്പിന്റെ ബന്ധുവായ പെൺകുട്ടി 2 ആഴ്ചകൾക്ക് മുമ്പാണ് മുസ്ലിം പയ്യനൊപ്പം പോയത്. അതുപോലെ തന്നെ ഉത്തര കേരളത്തിലെ ഒരു വൈദികന്റെ പെങ്ങളുടെ മകൾ പോയി. ഈ കഴിഞ്ഞ ഞായറാഴ്ച വരെ ഞങ്ങൾ 6 കേസുകളാണ് 7 ദിവസത്തിനുള്ളിൽ അറ്റൻഡ് ചെയ്തത്. ഈ എറണാകുളത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ 4 MDMA കേസിൽ അകപ്പെട്ടിട്ടുള്ള ഒരു യുവാവ് തനിക്ക് പലവിധ ഹോട്ടലുകളും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വലിയ ആഡംബര കാറുകളും ഒക്കെ എടുത്തുകൊണ്ടുവന്ന് ആ ഒരു പെണ്ണിനെ കെണിയിൽപ്പെടുത്തി കഴിഞ്ഞിട്ട് അവളെ രജിസ്റ്റർ മാരേജ് ചെയ്ത് മതം മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. അവനെ കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ അറിവായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയും മയക്കുമരുന്നിന് അടിമയാണ്. അപ്പോൾ നോക്കൂ, ഈ അമുസ്ലിം ആയിട്ടുള്ള ക്രിസ്ത്യാനി ആയിട്ടുള്ള ആ പെൺകുട്ടിയെ ഇവൻ വിവാഹം കഴിച്ചാലും 4 കേസിൽ MDMA കേസിൽ പ്രതിയായിട്ടുള്ള ആൾ ഇവളെ മയക്കുമരുന്നിന്റെ കച്ചവടത്തിന് ഉപയോഗിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. നാളെ ഒത്തിരി പെൺകുട്ടികൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പോലെ ഈ പെൺകുട്ടിയും പോയി കിടക്കും. ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന് ഒരു തെളിവ് നമുക്ക് ഹാജരാക്കാൻ സാധിക്കില്ല. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ആ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നത് കൊണ്ട് മാത്രമാണ് പുറം ലോകം ഇത് അറിഞ്ഞത്. അല്ലെങ്കിൽ സോണയുടെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു ആത്മഹത്യയായി വീട്ടുകാരും കാണുമായിരുന്നു, അല്ലെങ്കിൽ അയൽക്കാരും കാണുമായിരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഇതൊരിക്കലും ഒരു വാർത്തയായി മാറില്ലായിരുന്നു. ഇതുപോലെ 100-ൽ 1 കേസ് മാത്രമാണ് പുറത്തു വരുന്നത്. ഇപ്പൊ ആത്മഹത്യ ആ കുറിപ്പ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ വിഷയം പുറം ലോകം അറിയുന്നത്. അതുതന്നെയാണ് താങ്കൾ പറഞ്ഞത്, ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ ഒരു ആത്മഹത്യാ കുറിപ്പ് പുറത്തറിഞ്ഞതോടുകൂടിയാണ് മുഖ്യധാര മാധ്യമങ്ങൾക്ക് പോലും ഇത് ഏറ്റെടുക്കേണ്ടി വന്നത്. ലവ് ജിഹാദ് ആണോ എന്ന ചോദ്യചിഹ്നമാണെങ്കിലും ആ രീതിയിലേക്ക് വാർത്തകൾ കൊടുക്കേണ്ട ഒരു അനിവാര്യതയിലേക്ക് നമ്മുടെ മാധ്യമങ്ങളിൽ എത്തിച്ചേർന്നു എന്നത് ഒരു ശുഭലക്ഷണം തന്നെയാണ്. കാരണം കേരളത്തിന്റെ പൊതുസമൂഹം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, തിരിച്ചറിയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു വാസ്തവം, യാഥാർത്ഥ്യം തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഉൾക്കൊള്ളുന്നത്. നാഷണൽ ലീഗ് നേതാവ് ശ്രീ ജലീൽ പുനരൂരിലേക്ക്. ശ്രീ ജലീൽ, ലവ് ജിഹാദ് എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യം തന്നെയല്ലേ? ആ യാഥാർത്ഥ്യത്തെ നമ്മൾ എത്ര മൂടി വെച്ചാലും വില പോകില്ല എന്ന് തന്നെയാണ് സോണിയുടെ ആത്മഹത്യാക്കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മതം മാറ്റാൻ ഈ റമീസിൻ്റെ വീട്ടുകാർ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു, ദിവസങ്ങളോളം മർദ്ദിച്ചു, അസഹനീയമായ രീതിയിൽ മർദ്ദിച്ചു എന്നതാണ് ആ പെൺകുട്ടി തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇനിയെങ്കിലും അംഗീകരിക്കേണ്ടേ ഈ ലവ് ജിഹാദിനെ? ജിഹാദ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ എന്നാണ് താങ്കൾ ചോദിക്കുന്നത്. ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമല്ല, മറിച്ച് ചിലർക്കത് അബദ്ധജടിലമായ ഒരു അസംബന്ധമാണ്, ചിലർക്കത് തെറ്റിദ്ധാരണയാണ്. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒന്ന് ഇല്ല എന്ന് രാജ്യത്തെ പരമോന്നതമായ നീതിപീഠങ്ങളും BJP-യാൽ നിയന്ത്രിക്കപ്പെടുന്ന രാജ്യത്തെ പ്രമുഖമായ കുറ്റാന്വേഷണ ഏജൻസികളും കൃത്യമായി വിധി കൽപ്പിച്ചിട്ടുള്ളതാണ്. ഇല്ലാത്ത ഒരു കാര്യം ഒരു പ്രൊപഗണ്ട ഉയർത്തിക്കാട്ടിക്കൊണ്ട് രാജ്യത്തും സംസ്ഥാനത്തും സജീവമായി നിലയുറപ്പിച്ചിട്ടുള്ള ഒരു സമൂഹത്തിനെതിരെ അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയ വേട്ടയാടലാണ് ലവ് ജിഹാദ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഒരു കുടുംബത്തിലെയും പെൺകുട്ടികൾ ക്രൂരമായി വേട്ടയാടപ്പെടുന്നത് നമ്മൾ ആരും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ശ്രീ ജലീൽ, ഒരു നിമിഷം ഞാൻ ഇടപെടുകയാണ്. താങ്കൾ പറഞ്ഞു ഇതൊരു അജണ്ടയാണെന്ന്. പക്ഷേ ആ സോനിയുടെ മാതാപിതാക്കളുടെ രോദനം, അമ്മയുടെ സുഹൃത്തിന്റെ ജ്യേഷ്ഠന്റെ രോദനം താങ്കൾ കേട്ടിട്ടില്ലേ? തീർച്ചയായിട്ടും ഞാനതല്ലേ പറഞ്ഞു വരുന്നത്. 2 പെൺകുട്ടികളുടെ പിതാവാണ് ഞാൻ. സ്വാഭാവികമായിട്ടും ഒരു പിതാവിൻ്റെ വേദനയിൽ ഞാൻ പങ്കുചേരുന്നു. ഇതിൽ ആ കുട്ടിയുടെ പിതാവിൻ്റെ വേദനയിൽ അല്ലെങ്കിൽ മാതാവിൻ്റെ വേദനയിൽ പങ്കുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും 100% ആ വേദനയ്ക്കൊപ്പം എനിക്ക് നിൽക്കേണ്ടി വരും. എനിക്കല്ല, കേരളീയ പൊതുസമൂഹത്തിന് നിൽക്കേണ്ടി വരും. കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി
ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിന് കളമൊരുക്കുക എന്ന ഏക ലക്ഷ്യത്തോടു കൂടി ചില ആളുകൾ ചിലരെ വട്ടം ചൂട്ടിയിരുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു അജണ്ട, ഒരു തന്ത്രം, അതിനൊപ്പം നിൽക്കാൻ എങ്ങനെയാണ് സാമൂഹിക ശ്രീ ജലീൽ, ആ പെൺകുട്ടിയുടെ സുഹൃത്തിന്റെയും മാതാവിന്റെയും സഹോദരന്റെയും വാക്കുകൾ, അവിടെ എന്ത് രാഷ്ട്രീയമാണുള്ളത്? മകളെ നഷ്ടപ്പെട്ട, സഹോദരിയെ നഷ്ടപ്പെട്ട, സുഹൃത്തിനെ നഷ്ടപ്പെട്ട അവരുടെ വേദനയാണിത്. ആ വാക്കുകളെയാണ് താങ്കൾ ഇങ്ങനെ പുച്ഛിക്കുന്നത്. ഞാൻ പുച്ഛിക്കുകയല്ല, ഞാൻ താങ്കളോട് ഒന്ന് ചോദിച്ചോട്ടെ. ഈ സ്ഥലം എവിടെ നടന്നത്? കോതമംഗലത്താ. ഇതേ കോതമംഗലത്ത് 2 ദിവസം മുമ്പ് ഒരു മുസ്ലിം യുവാവിനെ മറ്റൊരു സമൂഹത്തിൽപ്പെട്ട ഒരു കാമുകി വിഷം കൊടുത്തു കൊന്നു. അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സാമൂഹ്യ വിപത്താണ്, അതൊരു ഒഫൻസാണ്. ആ ഒഫൻസിനെ ഒഫൻസായി കാണുവാനാണ് ഞാനടക്കമുള്ള മുസ്ലിം സമുദായം അല്ലെങ്കിൽ കേരളത്തിലെ പ്രബുദ്ധരായ മതേതര സമൂഹം ശ്രമിച്ചത്. അതിനാരും മതത്തിൻ്റെ ആംഗിൾ കൊടുത്തിട്ടില്ല. അത് ഏതെങ്കിലും ആ കാമുകിയുടെ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മതാചാര്യന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു അജണ്ട തയ്യാറാക്കാൻ ഒരു സംഘടനകളും വന്നിട്ടില്ല. ഇത് റമീസ് എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനലാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു തെമ്മാടിയാണ്. ഇസ്ലാം നിഷിദ്ധമാക്കിയ മത നിയമങ്ങൾ തടയപ്പെട്ട, മയക്കുമരുന്നിന് അടിമപ്പെട്ട് നിരവധി മയക്കുമരുന്നിൻ്റെ കേസിൽ പലപ്പോഴായി പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു കൊടും ക്രിമിനൽ. ആ ക്രിമിനലിനെ നിങ്ങൾ ഏതർത്ഥത്തിലാണ് മുസ്ലിം സമുദായത്തിൻ്റെ വക്താവായി നിർണയിക്കുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ വീരപ്പനെ പാവനമായ ഹൈന്ദവ ദർശനത്തിൻ്റെ വക്താവായിട്ട് ഈ നാട്ടിൽ അവതരിപ്പിച്ചുകൂടെ? സുകുമാരക്കുറുപ്പിനെ പാവനമായ ഹൈന്ദവ ദർശനത്തിന്റെ വക്താവായി അവതരിപ്പിച്ചുകൂടെ? അവിടെയാണ് ശ്രീ ജലീൽ ഈ റമീസ് തന്നെ പറയുന്നുണ്ട്, പെൺകുട്ടിയോട് പൊന്നാനിയിൽ പോകാം, പൊന്നാനിയിൽ പോയി മതം മാറാം എന്ന് പറയുന്നത്. വേറെ എവിടെയും പോകാമെന്നല്ല റമീസ് പറയുന്നത്. ഈ പൊന്നാനി എന്ന് പറയുന്നത് തുറന്നു വെച്ചിരിക്കുന്ന ഒരു സംവിധാനമൊന്നുമല്ല. അത് ഈ രാജ്യത്തെ എല്ലാ നിയമ സംവിധാനങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട്, നിയമത്തിൻ്റെ പരിരക്ഷയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ദശാബ്ദങ്ങളായി, ഒരുപക്ഷെ നൂറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇതിനൊക്കെ മറുപടി പറയേണ്ടത് കേരളത്തിലെ പ്രബുദ്ധരായ മുസ്ലിം മതസംഘടനാ നേതാക്കളാണ്. പക്ഷെ അതിൽ ഞാൻ സ്വയം ലജ്ജിച്ചു പോവുകയാണ്. മതസംഘടനാ നേതാക്കൾക്ക് ഇത്തരം വിഷയങ്ങളിൽ പലരും ഉയർത്തുന്ന കുപ്രചരണങ്ങൾക്ക് കൃത്യമായ മറുപടി ഡോക്ടർ ആരിഫ് ഹുസൈൻ ഇവിടെ ശ്രീ ജലീൽ പറഞ്ഞു വെക്കുന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ വലിയ ആശങ്കയെ ലഘൂകരിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം മാത്രമല്ല, അങ്ങനെ ലവ് ജിഹാദ് ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരൊക്കെയും ആ രീതിയിലാണ്. ഒരു ക്രിമിനൽ മൈൻഡാണ് റമീസിന് എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് അതൊരു മതത്തിൻ്റെ പേരിലുള്ള ഒരു പ്രണയക്കെണിയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ആസൂത്രണ നീക്കം അത് ഇടതുപക്ഷം നടത്തുന്നു, വലതുപക്ഷം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആവർത്തിക്കുകയാണല്ലോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ ഞാൻ അതിന് കൂടുതൽ ഉപയോഗിക്കാറ് ഈ കൺവേർഷൻ ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ആ വാക്ക് ഏത് തന്നെയായാലും ഇന്ന് ജനം TV അല്ലാതെ മറ്റൊരു ചാനലും കൂടി എടുത്ത് ഉന്നയിച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചർച്ച നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ വിഷയം നിരന്തരമായിട്ട് ഇത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഒരു പര്യവസാനം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിജയമെന്ന് ഞാൻ പറയാം. കാരണം ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് പണ്ടേ നമ്മൾ പറയാറുണ്ട്. ഒന്നത്. രണ്ട്, ഇവിടെ മുന്നേ സംസാരിച്ച ആൾ ചെയ്ത ആ ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത്, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തി ഒരു ക്രിമിനലാണ്, അതിലാർക്കും സംശയമൊന്നുമില്ല. പക്ഷേ ആ പേരും പറഞ്ഞുകൊണ്ട് ആ ക്രിമിനലായിട്ടുള്ള ആ ചങ്ങാതി ചെയ്തു വെച്ചിട്ടുള്ള കാര്യത്തെ നമുക്ക് വെളുപ്പിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ ആൾ ചോദിക്കേണ്ടായി, നിഷ്കളങ്കമായിട്ട് ചോദിച്ചു. അതായത് ഇതിൽ മതത്തിന്റെ നിറം കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു. മതത്തിന്റെ നിറം കൊടുത്തത് ഞാനോ നിങ്ങളോ ചാനലോ ഒന്നുമല്ല, ഏഷ്യാനെറ്റും അല്ല. ഇത് കൊടുത്തത് ആ ആത്മഹത്യാ കുറിപ്പ് തന്നെയാണ്. അതിൽ പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അതായത് മതം മാറ്റാൻ നിർബന്ധിച്ചു എന്നത് അവിടെ കൃത്യമായിട്ട് പച്ച മലയാളത്തിൽ എഴുതി, അറബി മലയാളത്തിലൊന്നുമല്ല. അപ്പൊ അവിടെ ഇതിനൊരു മതത്തിന്റെ ആംഗിൾ കൊണ്ടുവന്നത് ആ ആത്മഹത്യാ കുറിപ്പ് തന്നെയാണ്. ആ കുട്ടി നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ അതിന്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ എന്ത് പറഞ്ഞ് അഡ്രസ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിന് നിങ്ങൾ തൊടുന്നില്ല, തൊട്ടാൽ നിങ്ങൾ കൈപൊള്ളും. അത് തന്നെയാണ് അതിന്റെ പ്രശ്നം. ഇനി ഇത് മതവുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു അങ്ങനെ പറയാൻ ഇടയാക്കുന്നതിൽ ഒരു വലിയ പങ്ക് ഈ ജനം TVക്ക് അടക്കമുണ്ടെന്നാണ് ഞാൻ പറയും. ഞാൻ മുന്നേ പറയാറുണ്ട്. കാരണം ഈ വിഷയം കാണുമ്പോഴേക്കും ഇതൊരു ജിഹാദാണ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇത് ലവ് ജിഹാദാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇതിലൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം എന്താണ്, ഇത് യഥാർത്ഥത്തിൽ ആരെങ്കിലും ആസൂത്രിതമായിട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ആഹ്വാനം ചെയ്തിട്ട് ചെയ്യണമെന്നോ ഒന്നും എവിടെ പറയുന്ന ഒരു കാര്യമല്ല. ഇത് ഓരോ വിശ്വാസിയുടെ മേലെ ബാധിക്കുന്ന ഒരു മതപരമായ ഇൻസ്ട്രക്ഷനാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സംഭവം കുറച്ച് നാൾ മുന്നത്തേക്ക് ഞാൻ പറയാം. അത് നമ്മളെ മുഖ്യമന്ത്രിയുടെ മകള്
റിയാസുമായിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ അതിന് ഈ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഖല്ലായി അബ്ദുറഹിമാൻ പറഞ്ഞത് എന്താണ്? അത് വ്യഭിചാരമാണെന്നാ പറഞ്ഞ്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യഭിചാരം എന്നുള്ള രീതിയിലേക്ക് വരുന്നത്? അത് വരുന്നത് ഖല്ലായി അബ്ദുറഹിമാന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫാൻസിഫുൾ ആയിട്ടുള്ള ഇമാജിനേഷൻ ആണോ? അല്ല. ആളത് വലിയ ചർച്ചയായപ്പോൾ ആൾ അവിടെ പറഞ്ഞു കൊടുത്ത അതിനുള്ള മറുപടി എന്തായിരുന്നു? ആൾ അതിന് പറഞ്ഞ മറുപടി, ഞാൻ പറഞ്ഞത് മതപരമായ ഒരു ഇൻസ്ട്രക്ഷനാണ്, അത് നിങ്ങൾക്ക് തെറ്റായി തോന്നി അല്ലെങ്കിൽ നിങ്ങളത് വളരെ ഖേദം, നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി, ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നേ പറഞ്ഞു. അല്ലാതെ ഞാൻ പറഞ്ഞത് തെറ്റായി പോയി എന്ന് ഒരിക്കലും ആൾ സമ്മതിച്ചിട്ടില്ല. ആളുടെ കുറിപ്പ് നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും, വേണമെങ്കിൽ എടുത്ത് വായിക്കാം. അപ്പൊ അവിടെ ഏതാണ് ആ നിയമം? ഖുറാനിൽ കൃത്യമായിട്ട്, ഇവിടെ ഇതൊന്നും മതത്തിന്റെ ആംഗിൾ ഇല്ല എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ട് പറയാണ്, ഖുറാനിലെ 2-ാമത്തെ സൂറത്ത് 2:221 ആയത്ത് എടുക്കുക. അതിനകത്ത് പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ്, എന്താണ്? ബഹുദൈവ വിശ്വാസിനിയെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. അങ്ങനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ഒന്നുകിൽ അവർ ഇസ്ലാമിലേക്ക് വരണം, അല്ലെങ്കിൽ അവരെ കല്യാണം കഴിക്കരുത്. എന്നിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൂടി കൊടുക്കുകയാണ്, അങ്ങനെ ഒരു ബഹുദൈവ വിശ്വാസിനിയെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളൊരു അടിമ സ്ത്രീയെ കല്യാണം കഴിക്കുന്നതാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ അതും കൂടി വരികയാണ്. എത്രമാത്രം മാനവിക വിരുദ്ധമാണ്, ഒരു വർഗീയമാണ് ഈ പറയുന്ന ഇസ്ലാമും ഖുർആൻ എന്നുള്ളതിന്റെ കൂടി ഒരു ഉദാഹരണമാണ് ഈ പറയുന്നത്. പച്ചക്ക് എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ഈ പറയുന്നത്. ഇതൊക്കെ എത്ര വിശ്വാസികൾക്ക് അറിയാം? നമ്മൾ എക്സ് മുസ്ലിങ്ങളായിട്ട് ഇത് വിളിച്ച് പറയുമ്പോൾ നമ്മളെ സംഖ്യയാക്കാനും അല്ലെങ്കിൽ നമ്മളെ വേറെ എന്തെങ്കിലും ചട്ടുകമാക്കാനൊക്കെയാണ് നിങ്ങൾക്ക് ത്വര. അതല്ല, നിങ്ങൾക്ക് കുറെ കാലം ഇത് കുഴിച്ച് മൂടിക്കൊണ്ട് നടക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഇത് പച്ചക്ക് എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. ഇവിടെ എന്തുകൊണ്ട് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു കല്യാണത്തിന് മുതിരുമ്പോൾ, പ്രണയത്തിലേക്ക് പെടുമ്പോൾ, അതൊരു അമുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി, അത് ഹിന്ദു ആകുമ്പോഴാണ് ഈ പ്രശ്നം. ക്രിസ്ത്യാനിയോ ജൂത വനിതയോ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രോബ്ലം ഇല്ല, അത് നേരിട്ട് അങ്ങ് കല്യാണം കഴിക്കാം, കാരണം അതിനുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അവരെ കല്യാണം കഴിക്കാം. പക്ഷെ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, അത് ചെയ്യാൻ പാടില്ല, ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ മതം മാറ്റിയേ പറ്റൂ എന്നത് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഫത്വ വേണമെങ്കിലും എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇസ്ലാമിന്റെ ഇൻസ്ട്രക്ഷൻ എന്ന്, ക്ലിയർ ഇൻസ്ട്രക്ഷൻ എന്ന് ഉള്ള രീതിയിലിരിക്കെ ഇതിനെ പറയുമ്പോൾ ഒരു ജിഹാദിന്റെ ആവശ്യമില്ല, ഒരു ആസൂത്രണത്തിന്റെ ആവശ്യമില്ല, ഒരു കൂട്ടം ആളുകൾ അതിന്റെ പിന്നിൽ ഉണ്ടാവേണ്ടതില്ല. ഓരോ വ്യക്തിയും മതം കയ്യിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവൻ അതെടുക്കും. ഇനി ഇത് പറയുമ്പോൾ നമ്മൾ ഒരു ക്രിമിനൽ ആയതുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ പറയും. ഈ ക്രിമിനലായ ഈ പറയുന്ന റമീസിനെ വിളിച്ചിട്ട് നിങ്ങൾ 1 കിലോ പോത്തിറച്ചിക്ക് പകരം ഒരു പന്നിയിറച്ചി വെച്ച് കൊടുത്ത് നോക്കിയേ, ഈ ക്രിമിനലായ ഈ പറയുന്ന ചങ്ങാതി അത് കഴിക്കില്ല. അവൻ എന്താ പറയാ, എനിക്ക് ഹറാമാണെന്ന് പറയും. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും എളുപ്പം എടുക്കാൻ കഴിയുന്ന സാധനങ്ങൾ, ഏറ്റവും എളുപ്പം ഹറാമും ഹലാലൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ എടുത്താണ് ഓരോ മുസ്ലിമും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ക്രിമിനൽ അല്ലാത്തവനെന്നോ വ്യത്യാസമൊന്നുമില്ല. ഏതൊരു വിശ്വാസി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓരോ ആളുകൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് മതം ഉപയോഗിക്കുന്നു. ഇതുപോലുള്ള ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് മറ്റൊരു വ്യക്തിയും കൂടി ബുദ്ധിമുട്ടിലേക്ക് ആക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഇതൊരു വലിയ സോഷ്യൽ ഇഷ്യൂ ആയിട്ട് കണക്കാക്കുന്നതും ഇതിനെയൊക്കെ നമ്മൾ ഈ രീതിയിൽ തന്നെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഈ മതത്തെ തന്നെ വിളിക്കാറ് പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. ഇത് മറ്റു മതങ്ങൾക്ക് ഇല്ലാത്തൊരു പ്രശ്നമാണിത്. ഇത് നമ്മൾ പച്ചയ്ക്ക് അഡ്രസ്സ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. ഇത്ര നാൾ ഇത് പറയുമ്പോൾ ഇത് സംഘികളുടെ അജണ്ടയാണെന്നൊക്കെ പറഞ്ഞ് മാറ്റി, അത് പറ്റില്ല. ഈ മതപരിവർത്തനം എന്ന് പറയുന്ന സംഗതിക്ക് പ്രണയത്തിലാകപ്പെട്ട് കഴിയുമ്പോൾ അതിന് ഈ മതപരിവർത്തനം നിർബന്ധിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മതം കണക്കാക്കാതെ കല്യാണങ്ങൾ നടക്കണം, അതിനുള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടാകണം, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ അവിടെ ഒരു മതത്തിന് മാത്രം അത് ഇങ്ങനെ ഒരു മതപരിവർത്തനം കൂടി ഉണ്ടെങ്കിലേ നടക്കുള്ളൂ എന്ന് പറയാം. അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആകാൻ വേണ്ടിയിട്ട് നിന്ന ആളുകൾ പല കാരണങ്ങൾ കണ്ടെത്താറുണ്ട്. അതിനിപ്പോൾ മതം കൂടി ഒരു കാരണമാക്കി ഇവിടെ മാറ്റുന്നു എന്നും കൂടി നമുക്കിവിടെ സംശയിക്കാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രണയത്തിലേക്ക് അകപ്പെടുന്ന ആളുകൾ, ഇങ്ങനെ മതം തലയിൽ കൊണ്ടു നടക്കുന്ന ആളുകളെയാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടി രക്ഷപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ മതത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് അത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇത് തലയിൽ കൊണ്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഇതുപോലെ കൊണ്ടുവെക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു നോക്കുക. ഇത് മുസ്ലിം വിരുദ്ധതയായിട്ട് നിങ്ങൾ എടുക്കണ്ട, ഇത് മുസ്ലിങ്ങൾ തിരിച്ചറിയേണ്ട വിഷയമാണ്. കാരണം നിങ്ങൾ കാരണം ബാക്കിയുള്ള ആളുകളിൽ ഈ മതത്തെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും ഉണ്ടാകുന്ന വളരെ തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ടാകാൻ, അവരെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കാൻ പോലും ഇത് ഇടവഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. ഇതുപോലെ ഇന്നാണ് ഇപ്പോൾ ഷാറൂഖ് ഖാനും ഗൗരി ഖാനും ഒക്കെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അതുപോലും ഒരു ലവ് ജിഹാദായിട്ട് ഇന്ന് പറഞ്ഞു വെക്കുന്ന അവസ്ഥയല്ലേ ഇന്നിപ്പോൾ ഉള്ളത്. അത് പണ്ട് നടന്നുകൊണ്ട് അതിനെ വെറുതെ വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. ഇതുപോലെ ഏതൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രണയബന്ധത്തെ പോലും ഈ ഒരു പേരിൽ എത്ര കേസുകൾ അങ്ങനെ പുറത്തു വരുന്നു. രജിസ്റ്റർ ഓഫീസുകളിൽ ഇത് പേര് ജെനുവിൻ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരോപിച്ചുകൊണ്ട് കുറെ ആളുകൾ ഇടപെടുന്നു, അതിനെ തടയാൻ ശ്രമിക്കുന്നു എന്ന ഒരു സാഹചര്യം പോലും ഇവിടെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഇത് വളരെ തെറ്റായിട്ടുള്ള പ്രവണതയായിട്ട് മാറണം. അപ്പോൾ ഇത് മുസ്ലിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് എന്നത്. അതുപോലെ തന്നെ ഇതിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക് ചർച്ച കൊണ്ടുപോകണം എന്നുള്ളത് മാധ്യമങ്ങൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് എനിക്ക് വെക്കാനുള്ളത്. ഇത് ലവ് ജിഹാദ്, കൺവേർഷൻ ജിഹാദ് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇതിന്റെ യഥാർത്ഥ മതപരമായ ഇൻസ്ട്രക്ഷൻ അവിടെ തെറ്റിപ്പോവാണ്, പറയാൻ വിട്ടുപോകുന്നു എന്നതാണ് എൻ്റെ ഇതിനകത്തുള്ള ഒരു പരാതി. യെസ്, ജാമിന ടീച്ചർ, ഇത് തന്നെയാണ് ആസൂത്രിതമായ നീക്കം തന്നെയാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ചില മത തീവ്ര സംഘടനകൾ ഒരു കാലത്ത് സജീവമായി ഇടപെട്ടിരുന്നു. പക്ഷേ ഇന്നും ആ സംഘടനകൾ ഒളിഞ്ഞും തെളിഞ്ഞും മുന്നിലുണ്ട്. പക്ഷേ ആ സംഘടനകൾ ഇല്ല എങ്കിൽ പോലും
ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്കുള്ള ഒരു സംഘടിത നീക്കമായി ഇത് മാറിക്കഴിഞ്ഞു. അതുതന്നെയാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും ഒടുവിൽ ഈ 3 ആഴ്ചക്കുള്ളിൽ നമുക്ക് മുന്നിലേക്ക് എത്തിയ ഈ വാർത്തകൾ വ്യക്തമാക്കുന്നത്. അതായത് റമീസിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ കഴിഞ്ഞാൽ റമീസ് എന്ന് പറയുന്ന ആ കാമുകിയെ വിവാഹം കഴിക്കാൻ മതം മാറാൻ ആവശ്യപ്പെടുന്നു. ആ വ്യക്തി മാത്രമല്ല ആവശ്യം ഉന്നയിക്കുന്നത്, റമീസിൻ്റെ വീട്ടുകാരും പിന്നീട് ആ ആവശ്യം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്, നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ആ പെൺകുട്ടിയെ ക്രൂരമായി അതിനുവേണ്ടി മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു രീതി ഒരു സമൂഹത്തിൻ്റെ ഇത്തരത്തിൽ ഒരു ലക്ഷ്യമായിട്ട്, ആ ലക്ഷ്യം ഏത് വിധേനയും നിറവേറ്റാനുള്ള ഒരു നീക്കമായിട്ട് ഇത് മാറുകയാണല്ലേ? ഒരു മുസ്ലിം യുവാവ് ഒരു അന്യമതസ്ഥയായ പെണ്ണിനെ അവളുടെ മാതാപിതാക്കളെ എതിർത്ത് കെട്ടിയാലൊന്നും ആരും അതിനെ ലവ് ജിഹാദ് എന്ന് പറയാറില്ല. ഇന്റർകാസ്റ്റ് മാരേജുകൾ യഥേഷ്ടം നടക്കുന്ന ഒരു സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു പ്രേമ വിവാഹമാകാം, അതല്ലെങ്കിൽ ഇന്റർകാസ്റ്റ് അറേഞ്ച്ഡ് എന്ത് തന്നെയായിരുന്നാലും അതിനെ ഒന്നും നമ്മൾ ആരും ലവ് ജിഹാദ് എന്ന് വിളിക്കാറില്ല. അവരെ മതം മാറ്റിയോ മാറ്റാതെയോ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ലാതെയോ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കള് അമുസ്ലിം പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അവരുടെ മതം പോലെ തന്നെ പിന്തുടർന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു പ്രതീതിയുണ്ട്. ജഗതി ശ്രീകുമാറിന്റെ മോൾ അടക്കം ഞാൻ ഉദാഹരണമായിട്ട് എടുത്തു പറയുന്നു. ഇപ്പോ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ ആ രൂപത്തിലുണ്ട്. എല്ലാവരും തീവ്രവാദികളാണെന്നോ എല്ലാവരും ജിഹാദികളാണെന്നോ പറയുന്നില്ല. പക്ഷെ ഇവിടെ ലക്ഷണമൊത്ത ഒരു മതതീവ്രവാദിയാണ് റമീസ്. ഇതുപോലെ തന്നെയാണ് 4 ദിവസം മുമ്പ് കൊട്ടാരക്കരയിലെ ഒരു സംഭവം നമ്മൾ നല്ല രൂപത്തിൽ ചർച്ച ചെയ്തതാണ്. ആ പെൺകുട്ടി സംസാരിച്ചത് തന്നെ ഒരു അൻവർ ഷാ ഒരു 16 വയസ്സുകാരിയോട് ആദ്യം പറയുന്നത് എന്താ? സത്യസരണിയിൽ പോകണം, എന്തിന്? മതം പഠിക്കാൻ. പിന്നെ പൊന്നാനിയിൽ പോകണം, എന്തിന്? ക്രിസരി ഛേദിക്കാൻ. നവാസ് മന്നാനിയാണ് പബ്ലിക്കായിട്ട് പറഞ്ഞത്. ആൺകുട്ടികൾക്ക് മാത്രമല്ല ചേലാകർമ്മമുള്ളത്. പൂർണ്ണമായിട്ടുള്ളൊരു മുസ്ലിം ആകണമെങ്കിൽ ആ പെണ്ണും ചേലാകർമ്മത്തിന് വിധേയമാകണം. ഇവിടെ പെണ്ണിന്റെ വീട്ടിലാണ് താമസിക്കുന്നോ, ആണിന്റെ വീട്ടിൽ പെണ്ണ് താമസിക്കുന്നോ, അവര് പരസ്പരം സഹകരിക്കുന്നോ, ഇതൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. പ്രണയക്കെണി, അതിനകത്ത് ലവ് ഇല്ല, ഇതിനകത്ത് വെറും ജിഹാദ് മാത്രമേ ഉള്ളൂ. ഒരു യുവാവ് ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു, മതം മാറ്റണം എന്ന ലക്ഷ്യത്തോടു കൂടി അങ്ങനെ തന്റെ വശത്താക്കുന്നു. ഈ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് എന്തു മാർഗവും അവൻ സ്വീകരിക്കുന്നു. അതിന് അതേ രൂപത്തിലുള്ള പെൺകൂട്ടുകാരികളെ ഇറക്കുന്നു, ആൺകൂട്ടുകാരികളെ ഇറക്കുന്നു, ബന്ധുക്കളെ അവിടെ വില്ലന്മാരായിട്ട് കൊണ്ടുവരുന്നു, ചില സംഘടനകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അതിന്റെ പേരിൽ പ്രവർത്തിക്കുന്നു. എന്ത് തന്നെയായിരുന്നാലും ശരി, ഇതിന്റെ പിന്നിൽ വലിയ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. ആ യുവാവിനെ, ഈ പെൺകുട്ടിയെ മതം മാറ്റുന്നതിന് വേണ്ടി സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് സമദാനി അടക്കമുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. ഈ പെൺകുട്ടിയെ ആദ്യം അകറ്റുന്നത് സ്വന്തം വീട്ടുകാരിൽ നിന്നാണ്. പ്രായപൂർത്തിയായ ശേഷം ഈ പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുപോകാം. പക്ഷെ കൊട്ടാരക്കരയിലെ അൻവർ ഷായുടെ വിഷയം പുറത്തു വരാൻ കാരണം 16 വയസ്സുകാരിയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്. പിന്നീട് വീട്ടുകാര് പരാതി കൊടുക്കുന്നു. അങ്ങനെ ആ പെട്ടെന്നൊരു ചോരത്തിളപ്പിലെ ഒരു പ്രായത്തിന്റെ പ്രേമത്തിന് കണ്ണും മൂക്കുമില്ല, അങ്ങനെയൊക്കെ വീണു പോയതാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് പെൺകുട്ടിയെ കൺവിൻസ് ചെയ്ത് ശരി തിരിച്ചു കൊണ്ടുവരുമ്പോൾ വീണ്ടും അതേ വലയിൽ തന്നെ അകപ്പെട്ടു പോകുന്നു. ഇപ്പോൾ തന്നെ ഈ പെൺകുട്ടിയുടെ സോന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മ പറയുന്നത്, അമ്മയോട് ഈ മകള് പറഞ്ഞത്, വെള്ളിയാഴ്ച എന്ന് TTC ക്ലാസ്സിന് പോയിട്ട് വന്ന പെൺകുട്ടി ശനിയാഴ്ച രാവിലെ ടേബിളിൽ വന്നിരുന്ന് ചായ കുടിക്കുന്നു. അതിനുശേഷം പറഞ്ഞത്, അമ്മ ഞാൻ ജീവിച്ചിരുന്നാൽ അവന്റെ കൂടെ പോകും, അവനെ എനിക്ക് വേണമെന്ന് തോന്നും. അപ്പൊ എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, ജീവൻ കൊടുത്ത് സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്റെ മകൾ അന്വർത്ഥമാക്കി. പക്ഷേ ആ ദുഷ്ടനത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ആദ്യം ഈ കുടുംബത്തെയാണ് ഈ പെൺകുട്ടികളിൽ നിന്നും ഇവർ അകറ്റിയെടുക്കുന്നത്. എന്നാൽ മാത്രമേ ഇവർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മുടെ ശ്രദ്ധ കപൂറിനെ പോലെയും അഫ്താബ് അബീനെ പോലെയും 35 കഷ്ണമൊക്കെ ആക്കി വീട്ടിനകത്ത് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. നമുക്ക് പരിചയത്തിൽ തന്നെ, നമ്മുടെ അറിവിൽ തന്നെ എത്രയോ സംഭവങ്ങൾ ഇതിന് സമാനമായിട്ട് നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ പറഞ്ഞത്രേ ഇവിടെ പ്രണയ ജിഹാദ് ഇല്ല, ലവ് ജിഹാദ് ഇല്ല എന്ന്. പ്രണയം ഒരു ഭ്രമമാണ്, സമ്മതിക്കുന്നു. വിവാഹം അതിന്റെ സാഫല്യമായി പരിഗണിച്ച് മതമാറ്റം ഒരു സാമൂഹ്യ നടപടിയായി ക്രമീകരിച്ച് ക്രമേണ ഇസ്ലാമിന്റെ സ്വർഗത്തിനു വേണ്ടി ആ സ്വർഗത്തിലേക്ക് ആവാഹിച്ച് അവളെ കൺവിൻസ് ചെയ്ത് മതപുരോഹിതന്മാരെ ഇറക്കി അവളെ സ്വർഗത്തിൽ തന്നെ എത്തിക്കുന്ന രീതികൾ നമ്മൾ കണ്ടതല്ലേ. ഐസിസിന്റെ താവളങ്ങളിലേക്ക് കൊണ്ടുപോയ, ഇപ്പോഴും ലൈംഗിക അടിമയായി കാബൂളിലെ ജയിലുകളിൽ കഴിയുന്ന പെൺകുട്ടികളില്ലേ?
ഇനി ഒന്ന് പറയണം, ലവ് ജിഹാദ് ഇല്ല എന്ന് നെഞ്ചിൽ കൈവച്ചൊന്ന് പറയണം. 2 പെൺകുട്ടികളുടെ പിതാവാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹം ആദ്യം സംസാരിച്ചത്. കാബൂളിൽ ജയിലിൽ കഴിയുന്ന 2 സ്ത്രീകളെ സംബന്ധിച്ചു മാത്രം പറ. 32,000-ഓ 30,000-ഓ 1,000-ഓ ഒന്നും വേണ്ട. തിരുവനന്തപുരത്തെ നിമിഷ എന്ന ഒരു നായർ പെൺകുട്ടി മുസ്ലിമായിട്ടുള്ള യുവ ഡോക്ടറെ പ്രണയിക്കുന്നു. അവൾ ഫാത്തിമയായി മതം മാറുന്നു. എന്നിട്ട് അയാൾ കൈയൊഴിയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? കമല സുരയ്യ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാകുന്നു. പാളയം ഇമാമിനെ വിളിച്ച് മതം സ്വീകരിക്കുന്നു. സമദാനി കൈയൊഴിയുന്നു. പിന്നീട് ഫാത്തിമയായി തുടരാനും സ്വർഗത്തിലെ കമല സുരയ്യ പുഷ്പമായി തുടരാനും അവർ നിർബന്ധിതരാകുവാണ്. നിമിഷ കാസർഗോഡ് BDS പഠിക്കുമ്പോഴാണ് വിവാഹിതയാകുന്നത്. ഈസ എന്ന പേരിൽ ഇസ്ലാം സ്വീകരിച്ച പാലക്കാട്ടുകാരൻ ബെക്സിൻ വിൻസെന്റ്. കണ്ടോ, ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗാ, ഒരു ബൈനറി പ്ലാനാ. ഇതിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ 2 പേരെ ഇടതും വലതും ഈ മതത്തിലേക്ക് ഒരാൾ കൊണ്ടുവരണം. ഗർഭിണിയായിരിക്കുമ്പോഴാണ് 2016 മെയ് 31-ാം തീയതി ആ കുടുംബം മുംബൈ വഴി ഇന്ത്യ വിടുന്നത്. ശ്രീലങ്ക വഴി അവർ എത്തിയത് എവിടെയാ? അഫ്ഗാനിസ്ഥാനിലെ ഖുറാസാനിലെ IS ക്യാമ്പിലെത്തുന്നു. എന്താ, ആകാശത്ത് നിന്ന് മലക്ക് വഴി പറന്നു വന്ന് കൊണ്ടുപോയതൊന്നുമല്ലല്ലോ. അപ്പോൾ ഇവരെ പരസ്പരം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരുപാട് കണ്ണികൾ, മതേതര ശക്തികൾ എന്ന രൂപത്തിൽ കാപഠ്യത്തിന്റെ വക്താക്കളായി മുഖമൂടിയിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. എറണാകുളത്തെ സോണിയ സെബാസ്റ്റ്യൻ രാജ്യത്തിന് പുരസ്കാരം വാങ്ങാൻ വേണ്ടിയിട്ട് പോയതല്ല. ക്രിസ്ത്യൻ പെൺകുട്ടി. തൃക്കരിപ്പൂരിലെ റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന യുവാവ്, അയാൾ ആരാ? നമ്മുടെ കേരളത്തിലെ വമ്പൻ ടീമായിട്ടുള്ള MM അക്ബറിന്റെ പീസ് സ്കൂളില് പ്രൊഫസർമാർക്ക് ക്ലസ്റ്റർ കൊടുക്കുന്ന ഒരു പ്രൊഫസറിന്റെ മേലുള്ള പ്രൊഫസർ. അപ്പൊ ചെറിയ ആളാണോ? കാസർഗോഡ്, തൃക്കരിപ്പൂർ, പടന്ന തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ഈ ISISലേക്ക് പോയ 25ഓളം ആളുകൾ ഇന്റേണലായോ എക്സ്റ്റേണലായോ MM അക്ബറിന്റെ പീസ് സ്കൂളുമായി ബന്ധപ്പെട്ടവരായിരുന്നു. അപ്പോൾ ഇനി പറയണം ഇവിടെ ലവ് ജിഹാദ് ഇല്ലാന്ന്. ബഹ്റൈനിൽ വെച്ചിട്ടാണ് ഇവർ 2 പേരും ഒരുമിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം, നാട്ടിലെ ഉപരിപഠനത്തിന് ആ ബന്ധം പ്രണയമായി വളരുകയായിരുന്നു. ആയിഷ എന്ന പേരാണ് സോണിയ സെബാസ്റ്റ്യൻ പിന്നീട് സ്വീകരിച്ചത്. ഈ സോണിയ റാഷിദിന്റെ ഭാര്യയാകുന്നു. അവരുടെ വിവാഹശേഷം ബീഹാറുകാരി യാസ്മിൻ റാഷിദിന്റെ ജീവിത പങ്കാളിയായി. കാരണം 4-ൽ 1 ആകാനാണല്ലോ വിളുമാരൊക്കെ പോകുന്നത്. 2ാം ഭാര്യയായിട്ട് യാസ്മിൻ പോകുന്നു. ഇനി 3-മതും 4-മതും ഒക്കെ ആളുകൾ വരുമ്പോൾ ഇവൾ തിരസ്കരിക്കപ്പെടും. അങ്ങനെയാണ് അഫ്ഗാനിലെ ജയിലിലെത്തുന്നത്, കാബൂളില്. എന്നിട്ട് പറയണം, അഫ്ഗാനിസ്ഥാൻ താലിബാനികൾ പിടിച്ചെടുത്തപ്പോൾ കാബൂൾ ജയിലിനകത്ത് കിടക്കുവാണ് നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യനും, അതുപോലെ റഫീലയും, പിന്നെ മെറിൻ ജേക്കബും. അങ്ങനെ ഒരുപാടുണ്ട് നമുക്ക് ഉദാഹരണങ്ങൾ പറഞ്ഞു തരാൻ. ഭീകര പ്രവർത്തനത്തിനിടയിൽ ഈ മതം മാറി ഇസ്ലാം മതം സ്വീകരിച്ച് ഈ പെൺകുട്ടികളെ വലയിലാക്കിയ മണി ചെയിൻ മാർക്കറ്റിന്റെ ഏജന്റുമാർ പൊട്ടിത്തെറിച്ചു. കഴിഞ്ഞ വർഷം ഖുറാസാനിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് അവർ പോയതിന്റെ തൊട്ട വർഷം തന്നെ ഒരു വാർത്ത വരുവാണ്. കാരണം അൽ ജസീറയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ ചത്തുപോയി, ഇനി അവരെ കുറിച്ച് ഇന്ത്യ അന്വേഷിക്കാൻ പാടില്ല. ഇനി ഭാര്യമാരാരായി? പോലീസിന് കീഴടങ്ങണം അവര്, ആ രാജ്യത്തിന് കീഴടങ്ങണം അവര്. അവരിനിയും സെക്സ് സ്ലേവ്സ് ആണ്, ലൈംഗിക അടിമകൾ. ജയിലില് അന്വേഷണ ഉദ്യോഗസ്ഥരോട് അവര് മക്കളോടൊപ്പം സംസാരിക്കുന്ന NIA-ക്കാർ അവരെ ഇന്റർവ്യൂ ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇന്നും ഇന്റർനെറ്റ് മാധ്യമങ്ങളിലുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇതൊക്കെ സംപ്രേഷണം ചെയ്യുന്നത്. ഇവർക്ക് മാപ്പ് നൽകണം, ഇവരെ നാട്ടിലേക്ക് കൊണ്ടുവരണം, ഇന്ത്യ ഗവൺമെന്റ് ഇവരെ സഹായിക്കണം. ഇസ്ലാമിന് വേണ്ടി ചാവേറാക്രമണം നടക്കുന്ന നാട്ടിൽ ഇസ്ലാമിക ജീവിതമില്ല എന്ന് നിരാശയോടുകൂടി ഈ നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യനും സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾ നേരത്തെ കണ്ടതുപോലെയും കേട്ടതുപോലെയും ഒന്നുമല്ല ഇവിടെ വന്നപ്പോഴുള്ള സംഭവം. ഞാൻ കൃത്യമായിട്ട് നമസ്കരിക്കുകയോ നോമ്പ് പിടിക്കുകയോ ഒന്നും ചെയ്യുന്ന ആളുകൾ പോലുമല്ല. ഞങ്ങൾ വന്ന് പെട്ടുപോയി, ഇനി വരാനിരിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളതാണ് എന്ന രൂപത്തിൽ തന്നെയാണ് ആ സൂചനകൾ നൽകുന്നത്. അപ്പൊ ഈ റമീസ് സോന എൽദോസിനെ മതത്തിലേക്ക് കൊണ്ടുവരലായിരുന്നു ലക്ഷ്യം. ആ പെൺകുട്ടി പലതവണ റമീസിന് മെസ്സേജ് അയക്കുന്നു, ഞാൻ മരിക്കും, നീ പോയി അങ്ങ് ചാവ്. എന്തായിരുന്നു ഇവന്റെ ലക്ഷ്യം? എന്തോ വിശുദ്ധമായ പ്രണയമോ? ഇമ്മോറൽ ട്രാഫിക്കിന് അറസ്റ്റ് ചെയ്യപ്പെട്ട യുവാവ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ സംഘടിതമായിട്ടുള്ള ഒരു ജിഹാദ് നടക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിലുള്ള സംഘടിതമായ ഒരു നീക്കം തന്നെയാണ് ലവ് ജിഹാദിന്റെ പേരിൽ നടക്കുന്നത്. അത് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും എത്ര നിഷേധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും സാധിക്കില്ല. കാരണം യാഥാർത്ഥ്യം അത് തന്നെയാണ്. ശ്രീ അർവി ബാബു, പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ തൊയ്ബയാണ് 1996-ൽ ലവ് ജിഹാദിന് തുടക്കം കുറിച്ചതെന്ന് ദേശീയ അന്വേഷണ ഏജൻസികൾ തന്നെ സ്ഥിരീകരിച്ച ഒരു യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാനിലെ രഹസ്യ കേന്ദ്രങ്ങളിൽ നീണ്ടകാലത്തെ പരിശീലനം സിദ്ധിച്ച ജിഹാദി റോമിയോസ്, അങ്ങനെ ഓമന പേരുള്ള ആ ഭീകരവാദി യുവാക്കളെ പിന്നീട് മീററ്റിലേക്ക് അയച്ചതും ചരിത്രം തന്നെയാണ്. ഉത്തരേന്ത്യയിൽ വ്യാപകമായ ഈ വിശുദ്ധ യുദ്ധം പിന്നീട് 2004-ഓടെയാണെന്ന് തോന്നുന്നു കർണാടകയിലെയും
ബാംഗ്ലൂർ, പ്രത്യേകിച്ച് ബാംഗ്ലൂരും മംഗലാപുരത്തും എത്തിയത്. 2006 ഈ ജിഹാദി റോമിയോകൾ കേരളത്തിലും പിടിമുറുക്കിയത്, ഈ പ്രണയക്കെണി ഒരുക്കിയത്. ഈ കെണിത ഇങ്ങനെ ഈ വല വിരിച്ചിങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ, അത് വലതുപക്ഷമായാലും ഇടതുപക്ഷമായി കഴിഞ്ഞാലും ആ സർക്കാരുകളൊന്നും ഇതിനെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് മുന്നിൽ. എത്ര കാലം ഇവർക്ക് ഇത് കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും? യെസ്, ശ്രീ കെവിൻ പീറ്ററിലേക്ക്, എങ്ങനെയാണ് ഈ ഒരു യാഥാർത്ഥ്യത്തെ താങ്കൾ ഉൾക്കൊള്ളുന്നത്? നേരത്തെ ശ്രീ ജലീൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഇത് ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞൊരു മതത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാകേണ്ട. അദ്ദേഹം, ഈ റമീസ് എന്ന് പറയുന്ന കുറ്റവാളി ഒരു ക്രിമിനലാണ്, അതുകൊണ്ട് അതിന് നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷേ മറ്റേതിനെ ആ രീതി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ കൊട്ടാരക്കരയിലെ ആ പെൺകുട്ടിയുടെ ജീവിതം നമുക്ക് മുന്നിലുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ജീവിതങ്ങളാണ്, പെൺകുട്ടികളുടെ ആ വേദനകളാണ്, ആ വീട്ടുകാരുടെ വേദനകളാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് എത്ര കാലം സാധിക്കും? ശ്രീ കെവിൻ പീറ്റർ. ശ്രീ ജലീൽ പറഞ്ഞതിനോട് ഒരു തരത്തിലും യോജിക്കാൻ സാധിക്കില്ല. അത് പതിവ് പല്ലവി പാടിക്കൊണ്ട് ജലീൽ അതിനെ നിസ്സാരവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നീതിപീഠം ലവ് ജിഹാദ് എന്ന വാക്കിൽ കേസുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞതും, അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന ജനപ്രതിനിധി ഇല്ല എന്നൊരു ഉത്തരം കിട്ടുവാൻ വേണ്ടിയിട്ട് ആരോ എഴുതി കൊടുത്ത, അല്ലെങ്കിൽ ആ മതമൗലികവാദികൾ എഴുതി കൊടുത്ത ചോദ്യം ലോക്സഭയിൽ എഴുന്നേറ്റ് ചോദിച്ചപ്പോൾ ലവ് ജിഹാദിൽ കേസുകൾ ഇല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ലവ് ജിഹാദ് എന്നൊരു വാക്ക് ഇന്ത്യൻ പീനൽ കോഡിൽ ഇല്ല എന്നുള്ളത് അതൊക്കെ പറഞ്ഞതാണ്. അത് തന്നെ പിന്നെയും പറയുമ്പോൾ അത് അങ്ങനെയൊക്കെ പറഞ്ഞതിനെ ലഘൂകരിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവിടെ മയക്കുമരുന്ന് മാഫിയ ഉണ്ടല്ലോ, അത് സംബന്ധിക്കുന്നുണ്ടല്ലോ. മയക്കുമരുന്ന് മാഫിയ ഇവിടെ ഉണ്ട്. പക്ഷെ മയക്കുമരുന്ന് മാഫിയ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ബോർഡ് വെച്ച് പ്രവർത്തിക്കുന്നുണ്ടോ? ആരെങ്കിലും സംഘടനയുണ്ടോ? പക്ഷെ ഇല്ല, ഇവിടെ മയക്കുമരുന്നിന്റെ കൊണ്ട് ഇവിടെ യുവതിയുവാക്കൾ നശിക്കുന്നുണ്ട്. അപ്പോ ഈ സംഭവം ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനെ എന്തുകൊണ്ടാണ് തെളിയിക്കാൻ പറ്റാത്തത്? അങ്ങനെ ഒരു സംഘടന, അങ്ങനെ ഏതെങ്കിലും സംഘടന അങ്ങനെ ഒരു മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് വയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ട് കൂടി പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റൊരു പതിപ്പായ SDP പ്രവർത്തകർ അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒന്ന് നോക്കൂ, മറ്റൊരു വാർത്ത, ഒരു ബ്രേക്കിംഗ് ന്യൂസ് കിട്ടിയിട്ടോ അല്ലെ സെൻസേഷണൽ ആയിട്ടുള്ള മറ്റൊരു സംഭവം ഉണ്ടായിട്ടോ ഒന്നുമല്ല ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് ഉച്ചയോടുകൂടി ഈ വാർത്ത തമസ്കരിക്കാൻ തയ്യാറായത്. അപ്പൊ ആരെയാണ് ഭയപ്പെട്ടത്? റമീസിന്റെ ബാപ്പയോ? അല്ലോ റമീസിന്റെ ബാപ്പയോ ഉമ്മയോ റിക്വസ്റ്റ് ചെയ്തിട്ടാണോ ഇവിടുത്തെ മാധ്യമങ്ങൾ ആ വാർത്ത വേണ്ടെന്ന് വെച്ചത്? അപ്പൊ ഇതിനെയൊക്കെ ഏകോപിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. ആ സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇവിടുത്തെ മുസ്ലിം ലീഗ് മുതൽ പോപ്പുലർ ഫ്രണ്ട് വരെയുള്ള എല്ലാവിധ സംഘടനകളും. ഇവിടെ തർബിയത്തുൽ ഇസ്ലാം സെന്റർ എന്ന് പറയുന്ന മതമാറ്റ കേന്ദ്രം, സത്യസരണി പോലെ പൊന്നാനി പോലെ തർബിയത്തുൽ ഇസ്ലാം സെന്റർ ഉണ്ടല്ലോ. ഈ തർബിയത്തുൽ ഇസ്ലാം സെന്ററിൽ മതം മാറുന്ന പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിയിൽ ഒപ്പിട്ട് കൊടുക്കുന്ന ആരാണ്? ലീഗിന്റെ നേതാവല്ലേ? അല്ലെ? അപ്പൊ ഇത് ലീഗ് അറിഞ്ഞുകൊണ്ടല്ലേ ഈ പരിപാടി അവിടെ നടക്കുന്നത്? അല്ലെ? ആ തർബിയത്തുൽ ഇസ്ലാം സെന്ററിലല്ലേ ഗിൽബർട്ടിന്റെ ഭാര്യയും മകനെ മതം മാറ്റാനായിട്ട് കൊണ്ടുപോയത്? അല്ലെ? ആ സ്ത്രീ പറഞ്ഞത് ഈ ജനൻ ടി വി ശ്രീ ജലീൽ പുനലൂരിലേക്ക്. ശ്രീ ജലീൽ പുനലൂർ, ഇത് തന്നെയാണ് ജാമിന ടീച്ചർ പറഞ്ഞതും കെവിൻ പീറ്റർ പറഞ്ഞതും താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. കാരണം ഇവിടെ ഒരു മതത്തെ ആരും കുറ്റം പറയുന്നില്ല, ഇസ്ലാം മതത്തെ മുസ്ലിം മതത്തെ ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ ആ മതത്തിന്റെ ഉള്ളിൽ നടക്കുന്ന, മതത്തിന്റെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ചെയ്തികളെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ വിമർശിക്കുന്നത്. ആ വിമർശിക്കുമ്പോൾ മതപണ്ഡിതർ ഇങ്ങനെയുള്ളവരെ തള്ളിപ്പറയാൻ തയ്യാറാവുകയല്ലേ വേണ്ടത്? താങ്കളെ പോലുള്ള പൊതുപ്രവർത്തകരും ഇതിനെ ധാർമ്മികമായി അതിനെ തള്ളിക്കളയല്ലേ വേണ്ടത്? ബാധ്യതപ്പെട്ട ഒരാളാണ് ഞാൻ. അതിൽ ആങ്കറും RV ബാബു സാറും നിങ്ങൾ രണ്ടുപേരും നിറവേറ്റുന്നത് നിങ്ങളുടെ ധർമ്മമാണ്. ആ ധർമ്മത്തോട് നിങ്ങൾ നീതി പുലർത്തിക്കൊള്ളി. നിങ്ങളോട് മറുപടി പറയാം. പക്ഷെ മറ്റുള്ളവർ ഒരു സമൂഹത്തെ ഇത്രത്തോളം നിന്ദ്യമായ ഭാഷയിൽ ആക്ഷേപിക്കുമ്പോൾ ഒരു ആങ്കർ അരുതേ എന്ന് പറയണം. കാരണം അത് നിങ്ങളുടെ ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറയപ്പെടുന്ന ആളുകളുടെ അതേ രീതിയിൽ സംഭാഷണം ചെയ്യാൻ എന്നെപ്പോലുള്ള ഒരാളെ തടയപ്പെടുന്ന ഒരു ദർശനമാണ് ഇവർ തന്നെ നെറികെട്ട മതം എന്ന് പറയുന്ന ആ മതദർശനം. കാരണം തിരിച്ച് അതേ രീതിയിൽ ആ ശൈലി ഉപയോഗിക്കാൻ എൻ്റെ മതദർശനം എന്നെ അനുവദിക്കുന്നില്ല. മറ്റൊന്ന്, ഇവിടെ നിങ്ങൾ ഹാരിഫ് ഹുസൈൻ എന്നൊരാളെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ റമീസ് എന്ന് പറയുന്ന ആളെടുത്ത് പന്നിയിറച്ചി കൊണ്ടുപോയാൽ ഇത് ഹറാമാണ്, ഞാൻ തിന്നത്തില്ല എന്ന്. അതുകൊണ്ട് ഈ റമീസ് എന്ന് പറയുന്ന ക്രിമിനൽ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും കേരളത്തിലെ 1 കോടി മുസ്ലിങ്ങൾ സമാധാനം പറയണമെന്നാണ് പറയുന്നത്. ഞാൻ നാളെ ചോദിക്കട്ടെ, ഈ ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരാൾ നാളെ എന്ത് തോന്നിയാസം കാണിച്ചാലും
അതിന് ഉത്തരവാദിത്വം ഈ നാട്ടിലെ മുസ്ലിം സമുദായം പേറേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ തറവാട്ടിൽ പറഞ്ഞ മഹിമ കാട്ടിയിട്ടുണ്ട് നരസിംഹൻ അലി അക്ബർ. അദ്ദേഹം ഒരു ആശയത്തോട് ഇത്രത്തോളം വിരോധം തോന്നി, എനിക്കിതിൽ നിലകൊള്ളാൻ സാധിക്കില്ല എന്ന് വന്നു. അദ്ദേഹം തന്റെ പേര് പോലും ഉപേക്ഷിച്ചു പോയില്ലേ? ഇത് 6-ാം നൂറ്റാണ്ടിലെ അജ്ഞാതമായ ഏറ്റവും പിന്തിരിപ്പനായ ഒരു ആശയത്തിന്റെ സംവിധാനമാണ് ഈ മതം എന്ന് പറയുകയും, എന്നാൽ ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എന്ന് പറയുകയും, എന്നാൽ ആ പേര് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ആർ എസ് എസ് സംവിധാനങ്ങളുമായിട്ട് ഇപ്പൊ പുതുതായി ഉണ്ടായ ചില അധികാര കേന്ദ്രീയങ്ങളുമായിട്ട് അടുക്കാൻ കുറെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇത്തരം ആളുകളുടെ നിലവാരത്തെ സംബന്ധിച്ച് ആ സമൂഹത്തിലുള്ളവർ ചിന്തിക്കണം എന്നാണ്. ശ്രീ ജലീൽ ചില യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിനെ ഇങ്ങനെ വിമർശിക്കേണ്ടതുണ്ടോ? ശ്രീ ആരിഫ് ഹുസൈൻ താങ്കളിലേക്ക്. ഒരു കാര്യം പറയുമ്പോ അതെന്താന്ന് മനസ്സിലാക്കാതെ താൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സംഗതിയാണ് ആത്യന്തികമായ സത്യമെന്ന ഒരു വിശ്വാസം, അത് ഇവിടെയുള്ള സാധാരണ വിശ്വാസികൾക്കെല്ലാം ഉള്ളതുപോലെ ഇദ്ദേഹത്തിനുണ്ട്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇദ്ദേഹം ഈ പറയുന്ന ഖുർആനിലെ ആയത്ത് വായിച്ചിട്ടില്ല. മതത്തെ നമ്മളിവിടെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഇതെല്ലാം പറയുമ്പോൾ ഉത്തരം മുട്ടി കഴിയുമ്പോൾ അവസാനം പേര് മാറ്റിക്കൂടെ എന്ന് പറയുന്ന നമ്മളൊക്കെ കേട്ടതാണ്. ആ മറുപടി അല്ലാതെ വേറെ ഒന്നും എടുക്കാനില്ല എന്റെ പൊന്ന് സുഹൃത്തെ. നിങ്ങളുടെ ആവനാഴിയിൽ വേറെ ആയുധമൊന്നും ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി അഥവാ എന്റെ പേര് ഞാൻ അങ്ങ് മാറ്റിയെന്ന് വിചാരിക്കുക. ഇപ്പൊ എന്റെ പേര് ആരിഫ് ഹുസൈൻ ആണ്. അത് ഞാൻ അങ്ങ് മലയാളത്തിലേക്ക് ആക്കിയെന്ന് വിചാരിച്ചു. സുന്ദരനായ അറിവുള്ളവൻ എന്നാക്കി അള്ളാഹുവിന്റെ അറബി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയൊക്കെ ഉള്ളോ നിങ്ങളുടെ അള്ളാഹു? ഈ തരം വാദങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കും. നമ്മളിവിടെ പറഞ്ഞതിന് നിങ്ങൾക്ക് ഉത്തരം നിങ്ങൾ പറയും. നിങ്ങൾക്ക് ത്രാണിയുണ്ടോ? എന്തുകൊണ്ടാണ് ഒരു മുസ്ലിമായ ഒരു വ്യക്തി ഒരു അമുസ്ലിമായ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിനുള്ള തടസ്സം എന്താണ്? ഇസ്ലാമികമായ മതവിധി എന്ത് എന്ന് പച്ചയ്ക്ക് പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? ആ ധൈര്യം നിങ്ങൾ കാണിക്കാതെ വെറുതെ എന്റെ മതം അങ്ങനെയാണ്, എന്റെ മതം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു വിളിച്ച തെറി എന്താന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. മുഹമ്മദ് നബി വിളിച്ച തെറി എന്താന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. ഖലീഫമാര് വിളിച്ചിട്ടുള്ള തെറി എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറിയില്ല, അത്രേ ഉള്ളൂ. അത് ഇല്ല എന്നും എന്റെ മതം എന്നെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കരുത്. പച്ച തെറി വിളിച്ചിട്ടുള്ള ആളുകളാണ് ഈ പറയുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നല്ല അസൽ തെറി അള്ളാഹു തന്നെ വിളിച്ചിട്ടുണ്ട്, തന്തയില്ലാത്തവനെന്ന്. എന്നെ കൊണ്ട് അത് വിളിപ്പിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. യെസ്, ശ്രീ ജലീൽ പുനലൂർ, നമുക്ക് ഈ ഒരു വിഷയത്തിന്റെ ആ ഒരു ഈ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെ ആരിഫ് ഹുസൈൻ പറഞ്ഞതായാലും അബി ബാബു പറഞ്ഞത് കഴിഞ്ഞാലും നമുക്ക് ഒരു കാര്യമാണ്. കാരണം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ സമൂഹത്തിൽ ഇങ്ങനെ ലവ് ജിഹാദിന്റെ പേരിൽ പെൺകുട്ടികൾ മരിക്കാനിടയാകുന്നു, അവരുടെ കുടുംബങ്ങൾ വേദനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നാണ്. അവിടെ ഒരു മതത്തെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഒരു മതത്തിലെ ചില സംഘടനകൾ ഇത്തരത്തിലുള്ള ചെയ്തികളുമായി അധികം മുന്നോട്ട് വരുന്നു. ആ മുന്നോട്ട് വരുമ്പോൾ ചോദ്യം ചെയ്യേണ്ടത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ, സംഘടനകൾ എന്ന രീതിയിൽ നമ്മുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമല്ലേ? അതാണ് ചോദ്യം. നോക്കൂ, നിങ്ങൾ ആ പറഞ്ഞ ആ വികാരത്തോട് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവരാണ് ഞാനും കേരളത്തിലെ പൊതുസമൂഹവും. ഏതൊരു പെൺകുട്ടിയെയും ഇത്തരത്തിൽ പ്രണയം നടിച്ചുകൊണ്ട് കൊണ്ടുപോയി യഥേഷ്ടം ഉപയോഗപ്പെടുത്തിയിട്ട് അത് ഏതെങ്കിലും ഒരു കയറിന്റെ തുമ്പിൽ ജീവിതം ഹോമിക്കപ്പെടേണ്ട വരുന്ന ദാരുണമായ ഒരവസ്ഥ, അത് നമ്മുടെ പെൺമക്കൾക്കുണ്ടാകുന്നത് വേദനയാണ്. പക്ഷെ അതിൽ മതം കലർത്തിക്കൊണ്ട് കേന്ദ്ര ഭരണത്തിന്റെ എന്തെങ്കിലും ആസ്വദിച്ചു കളയാം എന്ന് പറഞ്ഞ് വരുന്ന ചില വാടക തൊഴിലാളികളുണ്ട്. അത്തരം ആളുകളുടെ ഇരട്ടത്താപ്പും തുറന്നു കാട്ടാൻ ഇത്തരം വേദികൾ ഉപയോഗിക്കപ്പെടേണ്ടത് എന്റെ ഒരു ബാധ്യതയാണ്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോളട്ടെ, ഖുറാനിലുള്ള സൂറത്ത് എഴുതിയതൊന്നും സംഘശാഖയിൽ ഇരുന്നിട്ടല്ല. നിങ്ങൾ അതിരുന്ന് വായിക്കും. അപ്പം ഇവിടെ പച്ചയ്ക്ക് നമ്മൾ പറയുന്നു, ഈ പറയുന്ന കത്തിൽ ഈ ആത്മഹത്യ കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നു. നിങ്ങൾക്ക് അതിനെ തൊടാൻ ധൈര്യമില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ അതിലേക്ക് വരൂ. പച്ചയ്ക്ക് അവിടെ പറയുന്നു മതമാറ്റം നിർബന്ധിക്കുന്നു. എന്താണ് ഈ മതമാറ്റം നിർബന്ധിക്കുന്നതിന് പിന്നിലുള്ള ചേതവികാരം? ഞാൻ ഇവിടെ പറഞ്ഞ ആളുകൾ, മറ്റുള്ള ആളുകൾ പറഞ്ഞതുപോലെ ആസൂത്രിതമായ നീക്കം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. മതപരമായ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതിനുള്ള തെളിവ് ഖുർആനിൽ നിന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോ അതിന് മുന്നിൽ നിങ്ങൾക്ക് ആ ഒരു വസ്തുതയുടെ മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അത് സംഖ്യയാണെന്ന് പറഞ്ഞാൽ നിങ്ങളപ്പോ പറഞ്ഞു വെക്കുന്നത് മുഹമ്മദ് നബി സംഖ്യയായിരുന്നു. നമുക്ക് വിഷയത്തിലേക്ക് വരാം. രണ്ടുപേരിലേക്ക് ഇപ്പോൾ ശ്രീ ആർവി ബാബുവിലേക്ക്. ശ്രീ ആർവി ബാബു, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചത്, ഇങ്ങനെയുള്ള ഒരു സംഘടിതമായ നീക്കം കാലാകാലങ്ങളായി ഭാരതത്തിൽ നടക്കുകയാണ്. പാകിസ്ഥാനിലാണ് ഇതിൻ്റെ ഉറവിടം. ലഷ്കർ ഇ തോയ്ബയാണ് 1966 ഇതിൻ്റെ
ഈ രീതിയിലുള്ള 96-ലാണ് ഈ രീതിയിലുള്ള ഒരു ചട്ടക്കൂടുണ്ടാക്കിയെന്നുള്ള തെളിവുകളടക്കം നമുക്ക് മുന്നിലുണ്ട്. പിന്നീട് 2004 കർണാടകയിലേക്ക്, തമിഴ്നാട്ടിലേക്ക്, 2006 കേരളത്തിലേക്ക് വരുന്നു. പിന്നീട് ഇത് ഓരോന്നോരോന്നായി ആസൂത്രിതമായി ചില സംഘടനകൾ ഏറ്റെടുക്കുകയും തീവ്ര ഇസ്ലാമിക സംഘടനകൾ അത് ആ ലവ് ജിഹാദ് എന്ന രീതിയിൽ, പ്രണയക്കെണി എന്ന രീതിയിൽ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതിന് കൃത്യമായ കണക്കുകളുണ്ട്. എത്ര പേരെ മതം മാറ്റി, എപ്പോഴൊക്കെ മതം മാറ്റി എന്നത് ആ ചിത്രം തന്നെ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ഇവിടെ ഇതൊന്നുമില്ല, ഒരു തെളിവുകളുമില്ല. ഇതൊക്കെയും സംഘപരിവാർ അജണ്ടയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ആസൂത്രിത നീക്കമാണ്. അത് ഇടതുപക്ഷമായി കഴിഞ്ഞാലും വലതുപക്ഷമായി കഴിഞ്ഞാലും നടക്കുന്നത്. PC ജോർജ് ഇത്തരം കാര്യം ഉയർത്തി കാണിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തതുപോലെ നമുക്കറിയാം. ഇവിടെ ലവ് ജിഹാദ് ഇല്ല, അല്ലെങ്കിൽ പ്രണയക്കെണിയില്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ അവിടെ വലതു മുന്നണിയും ഇടതു മുന്നണിയും ഒരുമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ സംഘടിതമായ ഒരു ക്രൂരകൃത്യത്തെ പൊതുസമൂഹം ഒന്നിച്ച് എതിർക്കേണ്ട ഒരു അനിവാര്യത ഉണ്ടാകുമ്പോഴും അവിടെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് ഇവർ മുന്നിൽ കാണുന്നത്, അല്ലേ? തീർച്ചയായും ഞാൻ പറഞ്ഞു വന്നതായിരുന്നു. കേരളത്തിൽ ഇത് ആവർത്തിക്കപ്പെടാനുള്ള കാരണം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്, മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളുടെ പങ്കാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ഇത്തരം സംഭവങ്ങളൊക്കെ ഉയർത്തി കാണിക്കുമ്പോൾ അതിനെയൊക്കെ അത് ഇസ്ലാമോഫോബിയയാണ്, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണ്, വർഗീയ പ്രചരണമാണ്, ഈ നിലയ്ക്കുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയും ഈ മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സമീപനം ആണ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതേപോലെ ഒരു വലിയ വിഭാഗം മാധ്യമങ്ങളൊക്കെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ ശ്രീ ജലീൽ പറഞ്ഞു ഇതിനകത്ത് മതം എവിടെ, മതം അല്ല, ഇതൊരു റമീസിൻ്റെ ക്രിമിനൽ നടപടിയാണ്. ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണം എന്തായിരുന്നു? ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണം ആ കുട്ടിയെ മതം മാറ്റാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. മതം മാറ്റാൻ പ്രേരിപ്പിക്കുകയല്ല, മതം മാറ്റാൻ നിർബന്ധിച്ചു. അതിൽ റമീസ് ഒരു ക്രിമിനലാണ്, ശരി, സമ്മതിച്ചു. റമീസിൻ്റെ അമ്മ ക്രിമിനലാണോ? റമീസിൻ്റെ കുടുംബക്കാർ മുഴുവൻ ക്രിമിനലാണോ? റമീസിൻ്റെ ചുറ്റുപാടുമുള്ള മുസ്ലിം സമുദായം, അയൽക്കാർ മുഴുവൻ ക്രിമിനലുകളാണോ? അവരെല്ലാം ഒരേപോലെ ആവശ്യപ്പെട്ടു എന്നാണ് ഈ കുട്ടി പറഞ്ഞിട്ടുള്ളത്, കുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞിട്ടുള്ളത്. ഇത് ആദ്യത്തെ സംഭവം അല്ലല്ലോ ജലീലെ, ഇത് എത്രയോ സംഭവങ്ങളായി. ഇപ്പോൾ മാധവിക്കുട്ടിയുടെ കാര്യം പറഞ്ഞു. മാധവിക്കുട്ടി മതം മാറി. മാധവിക്കുട്ടി വിവാഹം കഴിക്കാനുള്ള മുന്നുപാധി എന്താ വെച്ചത്? മതം മാറണം എന്നായിരുന്നില്ലേ? മാധവിക്കുട്ടി മതം മാറണം എന്ന മുന്നുപാധി വെച്ചത് ലീഗിന്റെ, ഇപ്പൊ ജലീൽ INL ആണ്, ഇന്ത്യൻ നാഷണൽ ലീഗ് ആണെന്നാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മുസ്ലിം ലീഗ്, നിങ്ങളുടെ തന്നെ കൗണ്ടർ പാർട്ടായിട്ടുള്ള മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗിന്റെ നേതാവല്ലേ മാധവിക്കുട്ടി മതം മാറിയാൽ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞത്, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഈ ലവ് ജിഹാദ് കേസിലെ ഏറ്റവും പ്രമുഖമായ ആദ്യത്തെ കേസ്, ലീഗലി ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഷെഹൻഷാ ആൻഡ് സിറാജുദ്ദീൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള കേസാണ്. ആ കേസിൽ എന്താണ്? ആ കേസിലും ആ കുട്ടികളെ, 2 ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റാൻ വേണ്ടി ആദ്യം അതിന് പ്രണയം നടിക്കുന്നു, അതിനുശേഷം അവരെ ലൈംഗികമായി ഉപയോഗിക്കുന്നു, ആ കെണിയിൽപ്പെടുത്തിയിട്ട് അവരോട് മതം മാറാൻ പറയുന്നു. അത്തരം ഹരാസ്മെന്റുകൾ നടന്നില്ലേ? ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇവിടെ ജാമിദ ടീച്ചർ പറഞ്ഞു, കൊല്ലത്തെ കൊട്ടാരക്കരയിലെ അൻവർ ഷായുടെ കേസ്, അതിന്റെ ഏറ്റവും, ഞാനിവിടെ സർക്കാരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞു. അൻവർ ഷാ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതൊരു പോക്സോ കേസ് കൂടിയാ. 16 വയസ്സുള്ള ആ പെൺകുട്ടി ശാരീരിക വൈകല്യമുള്ള പെൺകുട്ടിയാണ്. പക്ഷെ അവൾ മിടുക്കുകയാണ്, പഠിക്കാൻ മിടുക്കുകയാണ്. അവൾക്ക് ഹിന്ദു ധർമ്മത്തെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ട്. അതുകൊണ്ട് അവളോട് മതം മാറാൻ പറഞ്ഞപ്പോൾ അവൾ മാറില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവളെ ചതിച്ചു. അതിൻ്റെ പേരിലുള്ള ഹരാസ്മെന്റുകൾ ഉണ്ടായി. അപ്പോൾ ആ വിവരം പുറത്തു വന്നു. അത് അൻവർ ഷാ എന്താ പറഞ്ഞത്? മതം മാറണം എന്ന് ആ കുട്ടിയോട് പറഞ്ഞു. അപ്പൊ ഇത് നിരന്തരമായി നടക്കുക. ഇത് എത്രയോ കേസുകളായിട്ട് നടക്കുന്നു. ഇതൊന്നും നടക്കുന്നില്ല. ഇതൊക്കെ ഏതെങ്കിലും ഒരു ക്രിമിനൽ സ്വഭാവത്തിൽ സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ വിഴുങ്ങാൻ കേരളീയർക്ക് സാധ്യമല്ല. ഇവിടെ കേരള സ്റ്റോറി ചർച്ച ചെയ്യപ്പെട്ടു വീണ്ടും ഈ അടുത്ത ദിവസം. കേരള സ്റ്റോറിയിൽ പറഞ്ഞത് എന്തായിരുന്നു? ഈ തരത്തിൽ ആസൂത്രിതമായി പ്രണയത്തെ മതം മാറ്റത്തിന് ഉപയോഗിക്കുന്നു. ഇവിടെ ശ്രീ ജലീൽ പറഞ്ഞു, ആരിഫ് ഹുസൈനെ കൗണ്ടർ ചെയ്തുകൊണ്ട് പറഞ്ഞു മതം ഇതിന് ഘടകമല്ല എന്ന്. ഞങ്ങൾ പറയുന്നു മതവിശ്വാസത്തിന് അനുസൃതമായിട്ടാണ് ഇത്തരം ആളുകൾ, മുസ്ലിങ്ങളിൽ എല്ലാവരും അങ്ങനെ പെരുമാറുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഇസ്ലാം മതത്തിൽ ഉള്ള എല്ലാവരും ഖുർആൻ അനുസരിച്ച് പെരുമാറിയാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ബാക്കിയുള്ള മതവിഭാഗങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, ബാക്കിയുള്ള മതവിഭാഗങ്ങൾ ഉണ്ടാവില്ല. കാരണം അങ്ങനെയുള്ള ആളുകളെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഖുർആൻ അനുസരിച്ച് എല്ലാ മുസ്ലിങ്ങളും ജീവിക്കുന്നില്ല, അത് വളരെ സന്തോഷകരമായ കാര്യമാണ്, നമുക്ക് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷെ ഖുർആൻ അനുസരിച്ച് ചിലർ പ്രവർത്തിക്കുന്നു ജലീൽ. അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ അവർ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലൂടെ നമ്മുടെ സമൂഹത്തിൽ ഈ ജിഹാദ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ലവ് ജിഹാദ് ആകാം, അത് നെക്കോട്ടിക് ജിഹാദ് ആകാം, അത് ലാൻഡ് ജിഹാദ് ആകാം. വ്യത്യസ്തമായ രീതിയിൽ അവരുടെ മതവിശ്വാസം മറ്റുള്ളവരിലും അടിച്ചേൽപ്പിക്കുകയും തങ്ങളുടെ മതത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ ആസൂത്രിതമായി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇവിടെ ജലീൽ പറയുണ്ടായി, മൂവാറ്റുപുഴയിൽ ഒരു യുവാവിനെ കൊന്നത് അവരുടെ കാമുകി ഹിന്ദു ആയിട്ടുള്ള കാമുകിയാണ്. അവിടെ എന്താ മതം കാണാത്തെ? അവിടെ മതം ഘടകമായിട്ടില്ല. ആ പെൺകുട്ടി ആ യുവാവിന് വിഷം കൊടുത്തത് അയാൾ മുസ്ലിം ആയതുകൊണ്ടായിരുന്നോ? അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മതത്തിലേക്ക് അയാൾ മാറാത്തത് കൊണ്ടായിരുന്നോ? അല്ലല്ലോ, അവിടെ മതം ഘടകമല്ല. വീരപ്പന്റെ ഉദാഹരണം പറയുന്നു. വീരപ്പൻ എന്താ ഏതെങ്കിലും മതത്തിന്റെ അടിസ്ഥാനത്തിലാണോ പ്രവർത്തിച്ചിരുന്നത്? അല്ല, ഇവിടെ മതം ഘടകമായി തന്നെ വന്നു. ആ കുടുംബക്കാർ മതം ഘടകമാക്കി, റമീസ് മതം ഘടകമാക്കി. അപ്പൊ ഇതെല്ലാം പച്ചയായ യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എന്തിനാണ് ജലീൽ ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്താ നമ്മുടെ നാട്ടുകാരൊക്കെ നിങ്ങൾ പറയുന്നത് അപ്പാടെ വിഴുങ്ങുന്ന ആളുകളാണെന്ന് ധരിക്കുന്നുണ്ടോ? ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഇവിടെ നേരത്തെ കെവിൻ പീറ്റർ പറഞ്ഞു, ലീഗൽ ടൈംസിൽ അത് ഡിഫൈൻ ചെയ്തിട്ടില്ല, IPC അതില്ല, CRPC അതില്ല. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ലവ് ജിഹാദ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരും പറയേയില്ല. ആർക്കും ഒരു അന്വേഷണ ഏജൻസിക്കും കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ ആസൂത്രിതമായി ഉണ്ട്. എങ്ങനെയാണ് അഖില ഹാദിയ കേസ് ഉണ്ടായത്? നമ്മൾ കണ്ടതല്ലേ. വളരെ ആസൂത്രിതമായി ഒരു വിവാഹം കഴിപ്പിച്ചു ഷെഫീൻ ജഹാനെ കൊണ്ട്, ആസൂത്രിതമായി. ഇപ്പൊ ഷെഫീൻ ജഹാൻ എവിടെ? ആ വിവാഹത്തിന്റെ സ്ഥിതി എന്തായി? ഒരു കള്ള കല്യാണം ഉണ്ടാക്കി മതം മാറ്റത്തെ സാധൂകരിക്കാനും ആ കുട്ടിയെ പറഞ്ഞു പറ്റിച്ച് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് ആ കുട്ടിയെ ട്രാപ്പിലാക്കി. ഇപ്പൊ ആ കുട്ടിക്ക് ആ മതം ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ അങ്ങനെ നൂറുകണക്കിന് പെൺകുട്ടികൾ അവിടെ ട്രാപ്പിലാകപ്പെടുന്നു. പിന്നീട് ആ ജീവിതം ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ആ മതത്തിനകത്ത് ശ്വാസം മുട്ടിക്കഴിയേണ്ടി വരുന്നു. പല കാരണങ്ങളെ കൊണ്ട് ശ്വാസം മുട്ടിക്കഴിയേണ്ടി വരും. കാരണം അത് പുറത്തു പറയാൻ നിവൃത്തിയില്ല. ഇങ്ങനെ അകപ്പെട്ടു പോകുന്ന പെൺകുട്ടികൾ, ആ പെൺകുട്ടികളുടെ കഥയാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി. അത്തരം കേരള സ്റ്റോറികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൊട്ടാരക്കരയിലെ 16 വയസ്സുള്ള വികലാംഗിയായ അല്ലെങ്കിൽ ശാരീരിക വൈകല്യമുള്ള ആ പെൺകുട്ടിയുടെ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. അൻവർ ഷായെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് അൻവർ ഷായെ അറസ്റ്റ് ചെയ്യാത്തത്? അൻവർ ഷായെ അറസ്റ്റ് ചെയ്യുന്നില്ല കാരണം അൻവർ ഷായെ സംരക്ഷിക്കാൻ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുണ്ട്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അത്തരത്തിലുള്ള സംരക്ഷണം തന്നെയാണ് ഇത്തരക്കാർക്ക് വളക്കൂറുള്ള മണ്ണായി കേരളത്തെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയാണ്. ശ്രീ കെവിൻ പീറ്റർ, ഈ 3 സംഭവങ്ങൾ ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട 3 സംഭവങ്ങളിൽ ഒന്ന് നിലമ്പൂരിലെ വാർത്ത തന്നെയാണ്. നിലമ്പൂർ ചുങ്കത്തറയിലെ ഓർത്തഡോക്സ് സഭാവൈദികന്റെ വീട്ടിലെ പെൺകുട്ടിയെ ഇറക്കിക്കൊണ്ടുപോയി ലവ് ജിഹാദിന്റെ പേരിൽ. പെൺകുട്ടി അജ്ഞാത കേന്ദ്രത്തിൽ മതം മാറ്റ പ്രക്രിയയിലാണ് എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. വൈദികൻ നാണക്കേട് കാരണം മിണ്ടാനാകാതെ നടക്കുന്നു എന്നുള്ള വാർത്തയും നമുക്ക് മുന്നിലേക്കുണ്ട്. ഇവിടെ മതപുരോഹിതന്റെ വീട്ടിലെ പെൺകുട്ടിയെപ്പോലും ഈ ലവ് ജിഹാദിന് വിധേയമാക്കാൻ തക്ക ധൈര്യം അല്ലെങ്കിൽ ശക്തി ഇത്തരത്തിലുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ നേടിയെടുത്തു എന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം അവർക്ക് ഭയമില്ല. ഏത് തരത്തിലായി കഴിഞ്ഞാലും ലവ് ജിഹാദിൽ ഇറങ്ങി പുറപ്പെട്ടാൽ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം അവർക്കുണ്ട്. ആ ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാക്കി കൊടുത്ത അത്രയും തീവ്രമായ സംഘടനകളുണ്ട്. ആ തീവ്രമായ സംഘടനകൾക്ക് എല്ലാ രീതിയിലും ഒത്താശ ചെയ്യുന്ന നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുണ്ട്. നേരത്തെ ശ്രീ RV ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കൊട്ടാരക്കരയിലെ ആ വ്യക്തിക്കെതിരെ കേസെടുക്കാൻ ഇതുവരെയും പോലീസിന് സാധിച്ചിട്ടില്ല. ഇങ്ങനെ സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നതല്ലേ ഇത്തരത്തിലുള്ള ശക്തികൾക്ക് ഇങ്ങനെ ശക്തി കൂടിക്കൂടി വരാൻ കാരണം? ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം കൂടിയില്ലേ, ഇത്തരത്തിൽ ക്രൈസ്തവ സംഘടനകൾ ഹൈന്ദവ സംഘടനകളായി കഴിഞ്ഞാലും ഒരുമയോടെ നിന്നുകൊണ്ട് ഇത്തരം ശക്തികൾക്കെതിരെ ഒരുമിച്ച് പോരാടിയാലേ ഇനി രക്ഷയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം കൂടിയില്ലേ മുന്നിൽ? ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ശ്രീ ജലീൽ പറഞ്ഞതിന്റെ പോലത്തെ ഒരു കാര്യം തന്നെയാണ് ഇതിനകത്ത് ഉള്ളത്. കാര്യം ഇതിനെയെല്ലാം ലോകത്തെല്ലായിടത്തും തീവ്രവാദത്തെ നമ്മൾ എതിർത്താൽ പോപ്പുലർ ഫ്രണ്ടിനെ എതിർത്താൽ ഉടനെ അത് ഇവിടെ അത് തന്നെയാണ്. ലവ് ജിഹാദിന് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ, അതിന് സപ്പോർട്ട് കൊടുക്കുന്ന മതമൗലികവാദ സംഘടനകൾ
രാഷ്ട്രീയക്കാർ അവരെയൊക്കെ നമ്മൾ എതിർക്കുമ്പോൾ, ഇപ്പോൾ റമീസിനെ എതിർക്കുമ്പോൾ ഉടനെ അത് മുസ്ലിം സമുദായത്തെ എതിർക്കുന്നതാക്കി മാറ്റുന്നു. എന്റെ ജയിലിലെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, RSS എന്ന് പറയുന്നത് ഹൈന്ദവ സമുദായത്തിലെ ഒരു പ്രബല സംഘടനയാണ്. ആ സംഘടനയെ ആരൊക്കെ എതിർക്കുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുന്നു, കോൺഗ്രസ് എതിർക്കുന്നു, കേരള കോൺഗ്രസ് എതിർക്കുന്നു, ഇസ്ലാമിക സംഘടന എതിർക്കുന്നു. ഏതെങ്കിലും ഒരു ഹൈന്ദവർ പറയുന്നുണ്ടോ അതേ ഞങ്ങൾ ഹിന്ദുക്കളെ എതിർക്കുന്നേ? ഏതെങ്കിലും സ്വാമിമാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹൈന്ദവ സമുദായത്തിലെ ഏതെങ്കിലും പ്രശസ്തമായ അല്ല ആധ്യാത്മിക വ്യക്തികൾ ആരെങ്കിലും പറയുന്നുണ്ടോ ഇതേ ഹൈന്ദവ സമുദായത്തെ എതിർക്കുന്നേ? കാസ ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു സാമുദായിക സംഘടനയാണ്. പക്ഷെ ഞങ്ങള് ഈ മതമൗലികവാദത്തെയും രാജ്യദ്രോഹികളെയും അവർക്ക് പിന്തുണ കൊടുക്കുന്ന മതപണ്ഡിതരെയും രാഷ്ട്രീയ സംഘടനകളെയും മാത്രമാണ് എതിർക്കുന്നത്. പക്ഷെ ഞങ്ങൾ മുസ്ലിം വിരോധം എന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ആക്കി തീർക്കണം. ആ കാർഡ് ലോകത്തെ എല്ലാ തീവ്രവാദികളും ഇറക്കുന്ന കാർഡ് നിങ്ങൾ ഇവിടെ ഇറക്കുകയാണ്. കാസയെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുന്നുണ്ട്, കോൺഗ്രസ് എതിർക്കുന്നുണ്ട്, കേരള കോൺഗ്രസ് എതിർക്കുന്നുണ്ട്, സുഡാപ്പികൾ എതിർക്കുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും പിതാക്കന്മാരോ അല്ലെങ്കിൽ വൈദികരോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ ആരെങ്കിലും പറയുന്നുണ്ട് ഇതേ കാസ എതിർക്കുന്ന കാരണം ക്രിസ്ത്യൻ സമുദായത്തെ എതിർക്കുന്നേ? അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ? പിന്നെ നിങ്ങൾ ഇസ്ലാമിനെ മാത്രം എന്തായത്? ഇസ്ലാമിന് എന്താ കൊമ്പുണ്ടോ? തീവ്രവാദിയെ എതിർത്താൽ, മതമൗലികവാദിയെ എതിർത്താൽ, രാജ്യദ്രോഹിയെ എതിർത്താൽ, ഇതുപോലെ ലവ് ജിഹാദിലൂടെ പെൺപിള്ളാരുടെ ജീവിതം നശിപ്പിക്കുന്നത് എതിർത്താൽ ഉടനെ അത് മുസ്ലിം സമുദായത്തെ എതിർക്കുന്നതാക്കി മാറ്റി. നിങ്ങൾ അത് ആദ്യം ഇത് അവസാനിപ്പിക്കും. നിങ്ങൾ തന്നെയാണ് ആദ്യം ഇത് ചെയ്യേണ്ടത്. നിങ്ങൾ തന്നെ അതിനെ തള്ളിപ്പറയാൻ തയ്യാറാകണം. ബുക്ക് ഓഫ് ജിഹാദ് എന്ന് പറയുന്ന മലയാള പരിഭാഷയിലുള്ള ബുക്കിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് എങ്ങനെയാണ് ജിഹാദ് ചെയ്യേണ്ടത്. വാളുകൊണ്ടും ധനം കൊണ്ടും കൈകൊണ്ടും പ്രവൃത്തി കൊണ്ടും എങ്ങനെയാണ് ജിഹാദ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. 2 DGPമാർ അത് നിരോധിക്കാൻ ആവശ്യപ്പെട്ടു. ഇപ്പോഴും സർക്കാരിന്റെ പരിഗണനയിൽ ഇരിക്കുക. അതിനെക്കുറിച്ച് പഠിച്ചു തീർന്നിട്ടില്ല ഇതുവരെ. 3 പേരെ പഠിക്കാനേ ഏൽപ്പിച്ചു. വർഷം 3 കഴിഞ്ഞ് ഇതുവരെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന താങ്കളുടെ പ്രസ്ഥാനം പറഞ്ഞു ആ ബുക്ക് ഓഫ് ജിഹാദ് ഞങ്ങളുടെ പെൺകുട്ടികളെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്, അത് ആദ്യം നിരോധിക്കണമെന്ന് നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ, ഏതെങ്കിലും മുസ്ലിം സമുദായ സംഘടന ആ ബുക്ക് ഓഫ് ജിഹാദിനെ നിരോധിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇവിടെ എല്ലാ യുവാക്കളുടെ കയ്യിലും PDF ആയും ഹാർഡ് കോപ്പി ആയിട്ടും ബുക്ക് ഓഫ് ജിഹാദ് എത്തുമ്പോൾ അവർ അത് വായിച്ചിട്ട് മനസ്സിലാക്കുന്നു എങ്ങനെയാണ് അമുസ്ലിങ്ങളെ ഇസ്ലാമിന്റെ പാതയിലേക്ക് കൊണ്ടുവരേണ്ടത്, പെൺപിള്ളേരെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് അവരെ കൊലപ്പെടുത്തേണ്ടത്, അവർ വന്നില്ല എങ്കിൽ എങ്ങനെ അവരെ ഉന്മൂലനം ചെയ്യണം. ഇതൊക്കെ നിങ്ങളുടെ യുവാക്കൾ പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾ അതിനെതിരെ എന്തെങ്കിലും ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഈ ഇമാരി കാര്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ഉടനെ മുസ്ലിം വിരോധം. ശ്രീ ജലീൽ താങ്കൾക്ക് ഇതിന് കൃത്യമായ ഉത്തരവുണ്ടോ? കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ മറ്റെല്ലാ ആൾക്കാരും പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു വാസ്തവമാണ്, എല്ലാവരും എതിർക്കേണ്ട ഒരു കാര്യമാണ്. അതിനെങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തിനിങ്ങനെ അസഹിഷ്ണുത പാലിക്കണം? അതിൽ എനിക്ക് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു പ്രധാന ഭാഗം പറയാനുള്ളത്, ഈ മതപരിവർത്തനം നടത്തി പെൺകുട്ടികളെ വശീകരിച്ചു കൊണ്ടുവന്ന് ഇസ്ലാമിൽ ആളെ ചേർക്കുന്നു എന്നുള്ള ഒരു പ്രചരണമാണല്ലോ ഇപ്പം വ്യാപകമായി ഇതിലിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര അബദ്ധമാണ്, എത്ര പച്ചക്കളവാണ് ആ പറയുന്നതെന്ന്. അല്ലല്ല, അങ്ങനെ ഒരു പ്രചരണമേ ഉണ്ടായിട്ടില്ല. ലവ് ജിഹാദ് എതിർക്കപ്പെടേണ്ടതാണ്, ഞാൻ പറഞ്ഞുതരാം. പ്രണയം ഇല്ല പറയാൻ നിങ്ങൾ അവസരം തരത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? നിങ്ങൾ പറയാൻ അവസരം തരണ്ടേ? പറഞ്ഞോളൂ. ആ ഇസ്ലാം മതത്തിൽ പ്രണയം നടിച്ചോ അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിന്റെ പേരിലോ ഒരാളെ മതത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് നിഷിദ്ധമാണെന്ന് പ്രഖ്യാപിച്ച മതമാണ് ഇസ്ലാം. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഒരാൾ എങ്ങനെയാണ് പൊന്നാനിയിൽ പോകുന്നത്? ചുമ്മാ അങ്ങോട്ട് സുന്നത്ത് ചെയ്യാനല്ല, പറഞ്ഞു തീരാൻ അനുവദിക്കണ്ടേ? 5 പേരെ കൊണ്ടിരുത്തിയിട്ട് നമ്മൾ പറയുമ്പോൾ ഇളക്കി കയറി. നിങ്ങളൊക്കെ എവിടുന്ന ഖുർആൻ ക്വാളിഫിക്കേഷൻ വാങ്ങിച്ചത്? നിങ്ങളൊക്കെ എവിടുന്നാ വാങ്ങിച്ചത്? അല്ല, നിങ്ങളൊക്കെ ക്വാളിഫിക്കേഷൻ കിട്ടിയത്? നിങ്ങൾ ഈ ആരിഫ് ഹുസൈനും ഒക്കെ ഇവർക്കൊക്കെ എവിടെ ക്വാളിഫിക്കേഷൻ കിട്ടിയത്? പൊന്നാനി ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. നിങ്ങൾക്ക് ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട RV ബാബു സാറും ഈ ആങ്കറും ഒക്കെ മനസ്സിലാക്കണം. ഇവർ കിടന്ന് ഇങ്ങനെ സംസാരിച്ചോട്ട്. പ്രവാചകന്റെ ഏറ്റവും വലിയ സംരക്ഷകൻ അദ്ദേഹത്തിന്റെ ഇളയാപ്പായിരുന്ന അബൂ താലിബായിരുന്നു. അദ്ദേഹം മരിക്കുന്നവരെയും പ്രവാചകൻ പറഞ്ഞു മതത്തിലേക്ക് വരുമോ എന്ന്. അദ്ദേഹം വന്നില്ല. ആ പ്രവാചകന്റെ ഇളയാപ്പായ അദ്ദേഹം കൊന്നുകളഞ്ഞോ? ആ മതമാണ് ഇസ്ലാം. ഒരു പെണ്ണിനെയും പ്രേമിച്ചു കൊണ്ടുവരാൻ ഇസ്ലാം മതം അനുവദിക്കുന്നില്ല. അങ്ങനെ ജാമിദ ടീച്ചർ പോയോ? പറയുന്നുണ്ടല്ലോ വശീകരിച്ച് അഫ്ഗാനിൽ കൊണ്ടുപോയെന്ന്. ജാമിദ ടീച്ചർ പോയില്ലല്ലോ, നിമിഷയാണ് പോയത്. എന്തേ ഒരു ഫാത്തിമ പോയില്ല? എന്തേ ഒരു ആയിഷ പോയില്ല? പിന്നെ മറ്റൊന്ന് ഇവിടെ പറയുന്നുണ്ടല്ലോ, അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ പെൺകുട്ടികളെ വശീകരിച്ച് കൊണ്ടുപോയെന്ന്. കേന്ദ്രം ഭരിക്കുന്ന ആരാ? മുസ്ലിങ്ങളാ?
കേന്ദ്രം ഭരിക്കുന്നവരുടെ കഴിവുകേടായിട്ടില്ലേ അത് പറയുന്നേ? പിന്നൊന്ന്, മതപരിവർത്തനം നടത്തി വിവാഹം കഴിച്ചത് LK അദ്വാനിജിയുടെ മകൾ എവിടെ ഇരിക്കുന്നതെന്നേ പറഞ്ഞാൽ BJP-ക്കാർക്ക് നാണം വരും. സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്ന കിടിലൻ ഹിന്ദുത്വവാദിയുടെ മകള് സുഹാസിനി, നല്ല മീഡിയ പ്രവർത്തകയാ. ആരാ വിവാഹം കഴിച്ചത്? പിന്നെ കാസയുടെ പ്രതിനിധി, നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവുണ്ട് PC ജോർജിന്റെ മോൻ ഷോൺ ജോർജ്, അദ്ദേഹം എവിടുന്നാ വിവാഹം കഴിച്ചേ? മാമോദിസ മുക്കിയതിനു ശേഷമാണ് വീട്ടിൽ കയറ്റിയത്. അങ്ങനെയുള്ള കാസക്കാരനാണോ വന്നിരുന്നുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മതപരിവർത്തനത്തിന്റെ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച്, മുസ്ലിങ്ങളുടെ വക്താവല്ല ഞാൻ, ഇതൊക്കെ മതപണ്ഡിതന്മാർ പറയേണ്ടതാ. പക്ഷെ അവർക്കതിന് നേരമില്ല. അവർ CPM-നെ ഇടതുവശത്തെ നന്നാക്കാൻ നിങ്ങൾക്കൊപ്പം നടക്കുകയാണ്. ഇവിടെ ബാലിശമായ വിവാദങ്ങൾ ഉയർത്തി, അതും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത്രയും സീരിയസ് ആയ ഒരു വിഷയം ഇവിടെ ഈ കാസയും ഇതുപോലുള്ള കുറെ എക്സ് മുസ്ലിം പുതിയ സംവിധാനങ്ങളാ, എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കുറെ എക്സ് മുസ്ലിങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കൂടെ ബോർഡും വെച്ചിറങ്ങിയപ്പോൾ ഇതല്ല ഞങ്ങളുടെ ദർശനം, ഞങ്ങളുടെ ആൺകുട്ടികൾ സമുദായത്തിന്റെ പേരിൽ. ടീച്ചർ പറയാം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അദ്ദേഹം പറഞ്ഞ ബാലിശമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. പ്രണയം നടിച്ചോ, പണം മോഹിച്ചോ ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ അതിനെ ഇസ്ലാം നിഷിദ്ധമായി വിമർശിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഒരു ഖുർആൻ വചനം പറയൂ, അതല്ലെങ്കിൽ ഒരു ഹദീസ് പറയൂ അതിനെ സംബന്ധിക്കുന്ന. പക്ഷേ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന വചനം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് ഒരു കാരണവുമില്ലാതെ അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണമെന്നും പറയുന്ന ഖുർആൻ വചനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോ നിങ്ങള് ഇസ്ലാമിക പണ്ഡിതനല്ല എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക വിധി അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയാൻ പാടുണ്ടോ? ഞാൻ സിറിയയിലേക്കോ അഫ്ഗാനിലേക്കോ പോയോ എന്ന് ചോദിച്ചല്ലോ. ഒരു ആയിഷ പോയില്ല, ഒരു ഫാത്തിമ പോയില്ല. അവർക്ക് മതം മാറേണ്ട കാര്യമില്ലല്ലോ സുഹൃത്തെ. അവരെ അഫ്ഗാനിലെ താലിബാനിലെ ജയിലിൽ കൊണ്ടിട്ടാൽ ഇവർക്ക് സ്വർഗം കിട്ടുമോ? ഒരു റമീസിന് സ്വർഗം കിട്ടുമോ? ഒരു സമദാനിക്ക് സ്വർഗം കിട്ടുമോ? അനൂജ എന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ഇന്ന് ജീവനോടെ ഇല്ല. ഖലീൽ എന്ന് പറയുന്ന അവളെ പ്രണയം നടിച്ച് വശീകരിച്ചവൻ ഇന്നും ഇവിടെ വിലസി നടക്കുന്നുണ്ട്. ആദിത്യ എന്ന പെൺകുട്ടി, അതിനെ പ്രണയ വലയിൽ അകപ്പെടുത്തിയത് മുഹമ്മദ്, അവൻ ഇന്നിവിടെ ജീവിക്കുന്നു. ആദിത്യ ഇന്ന് ഈ ഭൂമിയിൽ ഇല്ല. നന്ദ എന്ന പെൺകുട്ടിയെ ഷുഹൈബ് കൊണ്ടുപോയി, നന്ദയില്ല, ഷുഹൈബ് ഉണ്ട്. ശ്രദ്ധ എന്ന പെൺകുട്ടിയെ അകപ്പെടുത്തി കൊണ്ടുപോയി അഫ്താബ് അമീൻ എന്ന് പറയുന്ന യുവാവ് 35 കഷ്ണമാക്കി ഫ്രീസറിൽ കൊണ്ടുവച്ചു. ശ്രദ്ധ കപൂർ ഇല്ല. അഫ്താബ് അമീൻ എന്ന് ബാക്കിയുണ്ട്. ധന്യ പോയി, ഷക്കീർ ബാക്കിയുണ്ട്, രേഷ്മ പോയി, അയ്യൂബ് ബാക്കിയുണ്ട്, സുചിത്ര പോയി, ജസീർ ബാക്കിയുണ്ട് കുന്നംകുളം, ടിനു പോയി, അക്കിസാം ബാക്കിയുണ്ട് കണ്ണൂരില്, രേഷ്മ പോയി, അക്താർ ബാക്കിയുണ്ട് കഴക്കൂട്ടത്ത്, രേഷ്മ പോയി, നൌഷാദ് ബാക്കിയുണ്ട് തിരുവനന്തപുരത്ത്, ജിഹാദ് ഉണ്ട്, കുട്ടി പോയി, മറ്റൊരു അജ്മൽ ബാക്കിയുണ്ട്. ഓരോ ദിവസം കഴിയും തോറും നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇതുപോലെയുള്ള പ്രണയ കെണികളിൽ അകപ്പെടുത്താൻ വേണ്ടി മുസ്ലിം യുവാക്കൾ ട്രെയിൻഡ് ആയിട്ട് ആ മുസ്ലിം പെൺകുട്ടികളുടെ പിന്നാലെ കൂടുമ്പോൾ ഇതിൻ വില്ലനായി വരുന്നത് മതമാണ്. മതമാണു മതമാണു മതമാണ് ഇവിടുത്തെ വില്ലൻ. ലക്ഷണമൊത്ത വർഗീയതകൾ മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്രന്ഥം ഒരു കയ്യിലും, മറു കയ്യിൽ ലവ് എന്ന് പറയുന്ന ജിഹാദുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവന്മാരാണിവര്. നിങ്ങൾ പറയണം, ഈ അഫ്താബ് അമീൻ എന്ന് പറയുന്ന പയ്യന് ഒരു അമുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ജീവിതം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു നവീൻ കുമാറിന് ഒരു ജാനകിയെ വിവാഹം കഴിച്ച് ഒരുമിച്ച് കൂടെ കൂട്ടാൻ പറ്റുമോ? ബഹുദൈവ വിശ്വാസികളാണ് അവർ. അവരുമായിട്ട് ഈ പയ്യന് ചങ്ങാത്തം പാടില്ല. ഇസ്ലാമിലേക്ക് ഈ പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ പോലും മാതാപിതാക്കളുമായി ബന്ധം സ്വീകരിക്കരുത് എന്ന് പറയുന്ന മതമാണിത്. ജലീൽ സാഹിബിന് ഞങ്ങളുടെ പേര് പറയാനൊക്കെ വല്ലാത്ത പുച്ഛമുണ്ട്. ആ പുച്ഛം അർഹിക്കുന്ന അവഗണനയോടുകൂടി തന്നെ ഞാൻ തള്ളുന്നു. ചിത്ര എന്ന് പറയുന്ന പെൺകുട്ടിയെ നസ്രീനാക്കി മാറ്റി. ഒരേ ഒരു മകൾ, ആ പെൺകുട്ടി മതം മാറിയതറിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പിതാവ് ആശുപത്രിയിലാകുമ്പോൾ നബീസ എന്ന് പറയുന്ന മതം മാറ്റലിന്റെ ഏറ്റവും വലിയ ഹിഡൻ അജണ്ടകൾ വച്ചു പുലർത്തുന്ന വനിതാ നേതാവ്, തലൈവി, അമ്മ, അവളെന്താ പറഞ്ഞു കൊടുത്തെന്നറിയാമോ ഈ പെൺകുട്ടിക്ക്? അതൊക്കെ ഉണ്ടാകും. അതൊക്കെ ഇതിനകത്തുള്ള സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് തന്ത മരിച്ചാൽ പോലും
നീ പോകരുത് ഈ മതം വിട്ട്. കാരണം എന്താ, അമുസ്ലിങ്ങളായിട്ടുള്ള മാതാപിതാക്കളോട് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ആദ്യം തന്നെ പഠിപ്പിക്കുക. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് സാഹിബേ. നിങ്ങൾ മദ്രസകളിൽ മാത്രം പഠിച്ചത് കൊണ്ടും ഈ മതഗ്രന്ഥങ്ങളിനകത്ത് എന്താണുള്ളത് എന്ന് അറിയാത്തത് കൊണ്ടുമാണ് നിങ്ങൾ ഇത് പറയുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു പരാമർശം, പേര് മാറ്റണമെന്ന്. ഉസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അബൂബക്കർ, ഉമർ, ഉസ്മാൻ മൂന്നാമത്തെ ഖലീഫയാണ്. അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം പാമ്പിന്റെ കുഞ്ഞ് എന്നാണ്. എത്ര പേരെയാണ് ലിംഗാഗ്ര ചർമ്മം ചെയ്തിട്ട് പ്രവാചകൻ മതം മാറ്റിയിട്ടുള്ളത്, പേര് മാറ്റിയിട്ടുള്ളത്, മതം മാറ്റിയിട്ടുണ്ട്? ഒരുപാട് ആളുകളെ. എത്ര വേണം? നമ്മൾ കാണിച്ചു തരാം, നമ്മൾ പറഞ്ഞു തരാം, ഇഷ്ടം പോലെ. പ്രവാചകന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. അബു അഫാക്ക എന്ന് പറയുന്ന 104 വയസ്സുകാരനെ പ്രവാചകനെ വിമർശിച്ചു എന്ന കാരണത്താൽ കഴുത്തു മുറിച്ചു കൊന്ന ആളാണ് നിങ്ങളുടെ ഈ പ്രവാചകൻ. അറിയാമോ? അസ്മാ ബിന്ദു മർവാൻ എന്ന യുവതി പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയ കാരണത്താൽ കൊന്ന പ്രവാചകൻ. ഭാര്യയുടെ വീട്ടിലെങ്ങാണ്ട് ഒരു പയ്യനെ കണ്ടപ്പോൾ, ഒരു യുവാവിനെ കണ്ടപ്പോൾ മരുമകനായിട്ടുള്ള അലിക്ക് വാളും കൊടുത്ത് അവന്റെ തലയെടുത്തോണ്ട് വരാൻ വിടുന്നു. പോയപ്പോൾ അവന് ലിംഗമില്ല എന്ന് മനസ്സിലാക്കി ആലി തിരിച്ചു വരുന്നു പുഞ്ചിരിയോടുകൂടി. ഈ പ്രവാചകന്റെ കാരുണ്യത്തെക്കുറിച്ചും ഈ മതത്തിന്റെ മാനവികതയെക്കുറിച്ചുമൊക്കെ അറിയാത്തവരോട് പോയി പറഞ്ഞോളൂ ജലീൽ സാഹിബെ. ഒരു തുടർച്ചയാണ് ഇപ്പോഴും നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. റമീസ് എന്ന് പറയുന്ന കൊടും ക്രിമിനൽ, ആ ക്രിമിനൽ നടത്തിയതും ലവ് ജിഹാദ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ, അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ, അദ്ദേഹത്തിന്റെ അയൽക്കാരുടെ ആശീർവാദത്തോടെ ഉള്ള ഒരു ലവ് ജിഹാദ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇവിടെ കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. കേരള സ്റ്റോറി എന്നുള്ള സിനിമ വരച്ചു വെച്ച യാഥാർത്ഥ്യം, അത് വടക്കൻ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിൻ്റെ ചിത്രം തന്നെയാണ്. അവിടെ പൊയ്നാച്ചി എന്ന് പറയുന്ന സ്ഥലത്തെ, കാസർഗോഡ്, നേരത്തെ ജാമിനി ടീച്ചർ സൂചിപ്പിക്കുകയുണ്ടായി, തൃക്കരിപ്പൂരിലെയും ഇളമ്പച്ചിയിലെയും പട്ടന്നയിലെയുമുള്ള ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യമാണ് ആ സിനിമ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്, പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് നമ്മൾ പോലും കണ്ട് ഞെട്ടിയിട്ടുണ്ട്. കാരണം ഈ യാഥാർത്ഥ്യങ്ങൾ പലരും അറിയുന്നില്ല. കേവലം ഒരു വാർത്തയായി അത് മാറുകയാണ് ചെയ്യുന്നത്. കാരണം അപ്പോഴേക്കും ഇടതുപക്ഷമായി കഴിഞ്ഞാലും വലതുപക്ഷമായി കഴിഞ്ഞാലും രാഷ്ട്രീയ നേതാക്കളായി കഴിഞ്ഞാലും പോലീസ് സംവിധാനങ്ങളായി കഴിഞ്ഞാലും അതെല്ലാം ഇന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയുടെ സംവിധായകന് ദേശീയ പുരസ്കാരം ലഭിച്ചപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ള പ്രതികരണം പോലും അങ്ങനെ ഇതൊക്കെയും കണ്ടില്ലെന്ന് നടിക്കേണ്ട യാഥാർത്ഥ്യമാണ് ഇന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത്. ബോധപൂർവമല്ലേ? ഞാൻ ഈ സിനിമയിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നേ, അല്ലെങ്കിൽ അതിനേക്കാൾ എനിക്ക് താല്പര്യം ഇതിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു തട്ടിപ്പ് ശ്രമം കൂടി നമ്മളിവിടെ കണ്ടു. തൊട്ടു മുന്നേ സംസാരിച്ച ജലീൽ എന്താ അദ്ദേഹം പറഞ്ഞത്? ഇത് കുറെ പുതു മുസ്ലിങ്ങൾ, മറ്റു മതത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളൊക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇത് സത്യ മുസ്ലിങ്ങൾ ആരും ഇതൊന്നും ചെയ്യാറില്ല. ഒരു ഫാത്തിമയോ ഖദീജ ഇതൊക്കെ ചെയ്തതിന്റെ തെളിവുണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിന് ഫാത്തിമയും ഖദീജ തൽക്കാലം എടുക്കണം. നമുക്ക് നല്ല അസൽ കാക്കാമാരുടെ പേര് തന്നെ ഞാൻ പറഞ്ഞുതരാം. അബ്ദുൾ റാഷിദ് അബ്ദുള്ള, ഈ പറയുന്ന ഐസിസിൽ റിക്രൂട്ട്മെന്റ് നടത്തിയതിന്റെ കിങ് പിൻ എന്നറിയപ്പെടുന്ന, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് ഐസിസിലേക്ക് നടത്തിയ ആളാണ് അബ്ദുൾ റാഷിദ്. നല്ല ജന്മന നല്ല അസൽ മുസ്ലിമായിട്ട് ജനിച്ചു വീണ ആളാണ് അബ്ദുൾ റാഷിദ് അബ്ദുള്ള. പേര് കേട്ടില്ലെങ്കിൽ ഒന്ന് പഠിച്ചു, നിങ്ങളെ കൊച്ചു മക്കൾക്ക് കിട്ടുകൊടുക്കുക, നല്ല അസൽ പേരാണ്. ഇനി അടുത്തത് വേറെ ഉണ്ട്, ഇജാസ് കല്ല് കെട്ടിയ പുരയിൽ. 1, 2 ഷാജിൽ. ഈ ഷാജിൽ എന്നാണ് എൻ്റെ ഓർമ്മ, ഷജീൽ. ഞാൻ പഠിച്ച സ്കൂളിനെ തൊട്ടടുത്തുണ്ടായിരുന്ന ആ NIT അല്ലെങ്കിൽ REC, അവിടെ ഉണ്ടായിരുന്ന ഒരു ചങ്ങാതിയാണ്. എനിക്കൊക്കെ നേരിട്ട് അറിയുന്ന, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹമാണ് ഇതിലേക്ക് പോയത്, അവിടെ പോയി പൊട്ടിത്തെറിച്ച് ചത്തത്. അത് വേറെ, ഇപ്പൊ പേര് വേണമെന്നാണല്ലോ പറഞ്ഞത്. ഇനി അബ്ദുൽ ഖയ്യൂം, മിഥിലാജ്, അബ്ദുൾ റസാഖ്, റാഷിദ്, ഇതൊക്കെ കണ്ണൂരിന്ന്, ഷാജഹാൻ, വള്ളുവകണ്ടി, ആഷിഫ്, ഇങ്ങനെ നിങ്ങൾ എണ്ണിയാൽ തീരാത്തത്ര ആളുകളുടെ പേര് നിങ്ങൾക്ക് കൊച്ചുമക്കൾക്ക് ഇടാൻ പറ്റിയ നല്ല അസൽ അറബി പേര് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം. അപ്പൊ ഈ തരം ചോദ്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്നും അകന്നു പോകാൻ നിങ്ങൾ തന്നെയാണ് വഴി ബാക്കിയുള്ള ആൾക്ക് വിട്ടുകൊടുക്കുന്നതെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഞാൻ എന്തുകൊണ്ട് ഈ സിനിമയിലേക്ക് ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ, ഇതിൽ ഒരു മതം മാറ്റുന്നു എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇതിനകത്തൊരു കോമൺ എലമെന്റ്. അതിപ്പോൾ സംഭവിച്ച വിഷയത്തിലായാലും ശരി, ഈ സിനിമയിലായാലും ശരി, ഈ പറയുന്ന സിറിയയിലേക്കും യമനിലേക്കും അഫ്ഗാനിലേക്കും പോയിട്ടുള്ള ആളുകളിലൊക്കെ ആയാലും ശരി, അതിലൊക്കെ സംഭവിച്ചുള്ള ഒരു കോമൺ എലമെന്റ് എന്ന് പറയുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഈ അഖില ആ വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പ്രണയമില്ല. അവിടെ എന്താണ്, മതം മാറ്റമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അവിടെ പ്രണയം, ആ മതമാറ്റത്തിലൂടെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെ അത് അവരുദ്ദേശിച്ച രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തിയൊരു നാടകത്തിന്റെ ഭാഗം മാത്രമാണ് ഈ പറയുന്ന പ്രണയമായിട്ട് അവിടെ നമുക്ക് കാണുക. അവിടെ പ്രണയം ഇല്ല, ലവ് ഇല്ല, അവിടെ വെറും ജിഹാദ് മാത്രമേ ഉള്ളൂ. ഇനി
അതേപോലെ ഓരോ കേസ് നിങ്ങൾ എടുക്കുക. ഈ പറയുന്ന അബ്ദുൾ റാഷിദ് അബ്ദുള്ളയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ ഒക്കെ ഉള്ളിൽ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ വന്നിരിക്കുന്ന എന്താണ്? മതമാറ്റമാണ്. ആ മതമാറ്റത്തിനൊടുവിൽ ആളുകൾ ഈ പറയുന്ന ജിഹാദി മേഖലയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ കാര്യം നടക്കണമെങ്കിൽ അവിടെ ഒരു കല്യാണം അനിവാര്യമായിട്ട് വരണം. കാരണം സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല, അവിടെ ഒരു മഹറം വേണം എന്നൊരു നിയമം അവിടെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് അവിടേക്ക് വരുന്നത്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ കോമൺ ഫാക്ടർ മതമാറ്റമാണ് എന്നതുകൊണ്ട് അതിലൊരു കല്യാണം നടക്കുന്നു എന്നതിന്റെ പേരിൽ ഇതെല്ലാം ലവ് ജിഹാദാണ് എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കലും കൂടി ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇത് ലവ് ജിഹാദ് എന്ന് പറയുന്നതിനേക്കാൾ ഇത് കൺവേർഷൻ ജിഹാദ് എന്ന് പറയണം. അതിന് കാരണം എന്താണ്? ഇദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു സാധനം ഇസ്ലാമിൽ ഇല്ല, ഹറാമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നു ഈ പ്രണയം തന്നെ ഇസ്ലാമിൽ ഹറാമാണ്, പിന്നെയല്ല ഈ ലവ് ജിഹാദ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ മതം മാറ്റമാണ്. അപ്പോൾ ഈ മതമാറ്റത്തിന് വേണ്ടിയിട്ട് പല പല ഘട്ടങ്ങളിൽ നടക്കുന്നു. ഈ റമീസ് ഇവിടെ ചെയ്തത് പോലും എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റു തരത്തിലുള്ള ഒരു ഇൻവോൾവ്മെന്റ്, ഒരു ജിഹാദി മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധം എന്നുള്ള രീതിയിലേക്ക് പോകാനൊന്നും ഇവിടെ ഒരു തെളിവും വരാത്ത സ്ഥിതിക്ക് ഇതിലതുണ്ട് എന്ന് പറയാൻ എന്നെ കിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് അത് പറയാത്തത്. പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സാധനമുണ്ട്. അതെന്താണ്? കൺവേർഷനാണ്. കൺവേർഷൻ ജിഹാദാണ് ഇവിടെ നടക്കുന്നത്. അത് ഓരോ വ്യക്തിക്കും ചെയ്യാം. ഒരു സംഘടന പോലും പിന്നിലില്ലെങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ ഒരു സുഹൃത്ത് വിളിച്ചു. അത് വിളിച്ച് പറഞ്ഞത് ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു പുരുഷനാണ് എന്നെ വിളിച്ചത്. ആ പുരുഷൻ എന്നോട് പറയുന്നത് എന്താണ്? അവരുടെ ഇതേപോലെ പ്രണയത്തിലായി ആ പെൺകുട്ടി മുസ്ലിമാണ്. ആ മുസ്ലിം ആയിട്ടുള്ള പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ഇതേ പ്രശ്നം. പക്ഷെ ഭാഗ്യവശാൽ ഈ പറയുന്ന ഒരു ആത്മഹത്യയിലേക്ക് ഈ പറയുന്ന വിഷയമൊന്നും പോയിട്ടില്ല. അവര് പിരിഞ്ഞു, അവർ രണ്ട് വഴിക്ക് പോയി അവർ ജീവിക്കുന്നു. പക്ഷെ ആ വിഷമം ഉൾക്കൊണ്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പങ്കുവെക്കുന്ന ഒരു വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പം ഞാൻ അവസാനമായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് സത്യത്തിൽ ആ പെൺകുട്ടിയെ നമ്മളെല്ലാവരും കൂടിയാണ് കൊന്നത്. ഇവിടുത്തെ മാധ്യമങ്ങളാണ് കൊന്നത്, ഇവിടുത്തെ സിസ്റ്റമാണ് കൊന്നത്. കാരണം എന്താണ്? കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നു ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വിഷയമുണ്ട്, ഈ മതമാറ്റം ഇവിടെ ഉണ്ട്, ഇതിന്റെ പേരിലുള്ള നിർബന്ധിക്കലുകൾ ഇവിടെ ഉണ്ട്, അതിന്റെ പേരിലുള്ള മർദ്ദനം കൊടുക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് മുഴുവൻ സംഘികളുടെ വാദമാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ഏതെങ്കിലും പള്ളിയിലച്ചൻ പറഞ്ഞാൽ പള്ളിയിലച്ചന്റെ മണ്ടയ്ക്കോട്ട് കയറിക്കൊണ്ട് ഈ വിഷയം ഒരിക്കൽ പോലും ചർച്ച ചെയ്യാൻ നിൽക്കാതെ, ഇതിപ്പോ ഈ പെൺകുട്ടി മരിച്ചതുകൊണ്ടല്ലേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്? മരിക്കാതെ ഇതൊരു വിഷയമായിട്ട് ഒരു കത്തെഴുതി വെച്ചു, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു എന്നൊന്ന് വിചാരിച്ചു നോക്കൂ. ഇത് എവിടെയെങ്കിലും ചർച്ചയോ, ഇത് എവിടെയെങ്കിലും ആളുകൾ എടുക്കുമോ? ഇതൊക്കെ നിന്റെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞ് ഇതിനെ നമ്മൾ നള്ളിഫൈ ചെയ്യലേ ചെയ്യുള്ളൂ. ഇത് ഒരു കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു, ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ന് നമുക്ക് അംഗീകരിക്കാൻ പോലും, അക്നോളജ് ചെയ്യാൻ വേണ്ടി പോലും അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ ദുരവസ്ഥ നിങ്ങൾ ആലോചിക്കും. ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ പറയുന്നത്. ഒരു വിഷയം ഉണ്ടായാൽ അതിന്റെ ആ മെറിറ്റിൽ നിന്ന് അതിനെ അഡ്രസ്സ് ചെയ്യാൻ, ആ വിഷയത്തെ സംസാരിക്കാൻ ഇത് നമ്മൾ ഇനിയും തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ആളുകൾ ഇതേപോലെ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ മതത്തിന്റെ കൃത്യമായ കാരണം പറയുന്നു. ഇതിലേക്ക് ഇതുപോലെ കൺസിഡർഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം നമ്മൾ പറയുന്നു. ഇതൊന്നും പ്രണയമോ അല്ലെങ്കിൽ മറ്റൊരു സംഗതിയും ഇല്ലാതെ തന്നെ ജിഹാദി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്ന വേളയിൽ അവിടെ ഒരു വിവാഹം ആവശ്യമായിട്ട് വരുമ്പോൾ അത് ചെയ്യുന്ന അഖിലയ്ക്കൊക്കെ സംഭവിച്ച പോലെ, അല്ലെങ്കിൽ മറ്റു മെറിൻ സെബാസ്റ്റ്യൻ അവർക്കൊക്കെ സംഭവിച്ച പോലുള്ള വിഷയങ്ങൾ അത് വേറെയും പറയേണ്ടി വരും. ഇതെല്ലാം 3-4 വിഭാഗങ്ങളിലായിട്ട് പറയേണ്ട വിഷയമാണ്. ഇതിനെല്ലാം കൂടി ചുരുട്ടിക്കെട്ടി ഒരൊറ്റ വാക്കിലേക്ക് ഒതുക്കുമ്പോൾ ഇതിന്റെ കോംപ്ലക്സിറ്റി നമുക്ക് മിസ്സാവുന്നു എന്നുള്ളതാണ് എന്റെ പരാതി. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് ഇനിയെങ്കിലും ചർച്ച ചെയ്യും, ഇനി ഒരാൾ മരിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ്. സർദിനിയാണ്. ഇനി ഇതിന്റെ പേരിൽ ഒരു ജീവൻ പോലും പൊലിയാതിരിക്കട്ടെ എന്നതാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ശ്രീ കെവിൻ പീറ്റർ, അതിനുവേണ്ടി എന്ത് ചെയ്യണം? കാസ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്കറിയാം. അതേപോലെ മറ്റ് ക്രൈസ്തവ സംഘടനകളായി കഴിഞ്ഞാലും ഹൈന്ദവ സംഘടനകളായി കഴിഞ്ഞാലും മറ്റ് മതസംഘടനകളായി കഴിഞ്ഞാലും അവർ കൃത്യമായ ഒരു ജാഗ്രത ഈ ഒരു വിഷയത്തിൽ വെച്ച് പുലർത്തേണ്ടതില്ലേ? തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ മാതാപിതാക്കളെയും പെൺകുട്ടികളെയും പരമാവധി ബോധവൽക്കരിക്കുക, ഇത്തരം ആൾക്കാരുടെ ചതികൾ എന്താണെന്നുള്ളതും ഇവരുടെ ഇരട്ടത്താപ്പുകൾ എന്താണെന്നുള്ളതും വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. കാര്യം എത്രയൊക്കെ മുസ്ലിം വിരോധമെന്ന് പറഞ്ഞ് ഇവർ നമ്മളെ വായടപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മളത് പൂർവാധികം ശക്തിയായി അത്തരം പ്രവർത്തനങ്ങൾ തുടങ്ങുക തന്നെയാണ്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഞാനൊന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചുകൊള്ളട്ടെ. പല മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട് ഡേറ്റ എവിടെ. ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവർ ഒരു പാരൽ കോടതികളെ പോലെ ഇവരുടെ മുന്നിൽ കൊണ്ടുവന്ന് മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ കൊണ്ടുവന്നിരുത്തുന്നു. 1000 ബിന്ദു സമ്പത്തോ 1000 അശോകനോ വരുന്നത് പോലെ എല്ലാ മാതാപിതാക്കളും അവരത് മറക്കാൻ ശ്രമിക്കുന്നതാണ്, പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയാകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്. ഒരിക്കൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ ലവ് ജിഹാദ് കേസുകളെ കുറിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ള പെൺകുട്ടികൾ പോലും 1 വർഷം കഴിയുമ്പോൾ വീണ്ടും അവരെ മറ്റൊരു ചാനലിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ടാൽ പോലും ആ പെൺകുട്ടികൾ അത് വീണ്ടും അത് ഓർക്കാൻ ശ്രമിക്കുന്നില്ല. വീണ്ടും അത് തന്റെ കാര്യം തന്റെ വീട്ടുകാർക്ക് ഉൾപ്പെടെ നാണക്കേടുണ്ടാകുന്നതുകൊണ്ട് ചർച്ച ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് അവർ
പിൻവാങ്ങുകയാണ് ഈ വിഷയത്തിൽ. അപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്തരം ആൾക്കാരെ ഒന്നും എത്തിക്കാൻ സാധിക്കും. അതുപോലെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അതെല്ലാവരും ശ്രദ്ധിക്കണം. കാര്യം ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100-ൽ 1 കേസ് മാത്രമാണ് ഇതുപോലെ പുറത്തു വരുന്നത്. അതുപോലെ 10-ൽ 1 കേസ് മാത്രമാണ് തന്റെ മകളെ നഷ്ടപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു മാതാവോ പിതാവോ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. പക്ഷെ 9 കേസുകളും അവിടെ പരാതി ചെല്ലുന്നില്ല. പക്ഷെ എന്താണ് പരാതി കൊടുക്കുന്നത്? എന്റെ മകളെ കാണാനില്ല എന്നുള്ള പരാതിയാണ് അവിടെ കൊടുക്കുന്നത്, അല്ലെ? അവിടെ ഏത് ഇതിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? മാൻ മിസ്സിംഗിനാണ് അവിടെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അവിടെ ആ പെൺകുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞ് ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കി അവിടെ തീർപ്പാക്കുന്നത് മാൻ മിസ്സിംഗ് കേസാണ്. ഈ ഡേറ്റ മാത്രമേ ഉള്ളൂ സർക്കാരിന്റെ കയ്യിൽ, അല്ലാതെ അവിടെ കൺവേർഷന്റെ കാര്യമൊന്നും അവിടെ വരുന്നില്ല. അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ ഹോബിയസ് കോർപ്പസ് ഹർജി ചെല്ലുമ്പോഴും അവിടെ പെൺകുട്ടിയെ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കാനാണ് പറയുന്നത്. അതും അവിടെ മാൻ മിസ്സിംഗ് ആണ്. നമുക്ക് സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. ശ്രീ ആർ വി ബാബു, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരാഴ്ചക്കുള്ളിൽ 3 കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് മുന്നിലേക്ക് എത്തിയ വാർത്തകൾ മാത്രമാണ്. കാരണം ഒരുപക്ഷെ അതിനേക്കാൾ അധികം ഒത്തുതീർപ്പാക്കിയത് അല്ലെങ്കിൽ ഒതുക്കി തീർത്തത് അല്ലെങ്കിൽ ആരും അറിയാതെ പോയ ഒരുപാട് കേസുകൾ ഉണ്ടാകും. കാരണം ആസൂത്രിതമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നത്. പക്ഷേ ആസൂത്രിതമായ നീക്കത്തെ ഇല്ലാതാക്കാൻ നമ്മുടെ സർക്കാർ ഒന്നും ചെയ്യില്ല, സർക്കാർ സംവിധാനങ്ങൾ ഒന്നും ചെയ്യില്ല എന്നത് വാസ്തവമാണ്. അവിടെ എത്രത്തോളം പൊതുസമൂഹത്തിന്റെ ഒരു ഇടപെടൽ, ജാഗ്രത വേണം? അല്ല, തീർച്ചയായും പൊതുസമൂഹം ഈ വിഷയത്തിൽ ജാഗരൂകരാകണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവരുടെ മോഡസ് ഓപ്പറാൻഡി എന്താണ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിന് വേണം. ഏത് തരത്തിലാണ് നമ്മുടെ പെൺകുട്ടികളെ സ്വാധീനിക്കുന്നത്, വലയിലാക്കുന്നത്, അവരുടെ കൗമാരപ്രായത്തിലെ അവരുടെ ചാബല്യങ്ങളെ മുതലെടുത്തുകൊണ്ട് ഇത്തരം സംഘടനകളോ അല്ലെങ്കിൽ മതവിഭാഗങ്ങളോ തങ്ങളുടെ മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മുടെ യുവതലമുറയെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായിട്ട് സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ ഈ കേസ് തുടക്കത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച KT ശങ്കരൻ്റെ വിധിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത്തരം മതം മാറ്റങ്ങൾ നിയമം മൂലം നിരോധിക്കപ്പെടേണ്ടതാണ്. കേരളത്തിൽ മതപരിവർത്തനം, ഇത്തരം മതം മാറ്റങ്ങൾ നടത്തുന്നത് നിയമം മൂലം നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഡയറക്ഷൻ ജസ്റ്റിസ് KT ശങ്കരൻ്റെ കേരള ഹൈക്കോടതിയുടെ ഡയറക്ഷൻ നിലവിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മതം മാറ്റുമ്പോൾ അതിന് പാലിക്കേണ്ട കുറേ പ്രൊസീജിയറുകൾ വരും. അപ്പോൾ അത് പൊതുസമൂഹം അറിയും, സർക്കാരിൻ്റെ മതം മാറ്റങ്ങൾ അങ്ങനെ അതെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ലവ് ജിഹാദിലൂടെ നിർബന്ധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ മതം മാറ്റുന്ന പൊതുസമൂഹത്തിൻ്റെ മോണിറ്ററിങ്ങിന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ മോണിറ്ററിങ്ങിന് വിധേയമാവണം. അപ്പോൾ അതിന് ഇത് വേണം, അതിന് കർശനമായ നിയമം വേണം. ആ നിയമം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളെ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു വഴി എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ശക്തമായിട്ടിത്തരം നിയമ സംവിധാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഭാവിയിൽ ഈ നമ്മുടെ പെൺകുട്ടികൾ ഇതുപോലുള്ള ചതിക്കുഴികളിൽ പെടാതിരിക്കാൻ സാഹചര്യമൊരുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. ആ ചുമതല ഗവൺമെൻറ് നിർവഹിക്കണം. യെസ്, ഏതായാലും ആ ചുമതല ഗവൺമെൻറ്, നമ്മുടെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ നടത്തുമോ അല്ലെങ്കിൽ ചുമതലയായി കാണുമോ എന്നത് തർക്ക വിഷയമാണ്. കാരണം അവർക്ക് വേണ്ടത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്. വോട്ട് ബാങ്ക് മാത്രമാണ്, അത് ഇടതായാലും വലതായി കഴിഞ്ഞാലും. ഏതായാലും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ശ്രീ ആർ വി ബാബു, ശ്രീ കെവിൻ പീറ്റർ, ഡോക്ടർ ആരിഫ് ഹുസൈൻ, ശ്രീ ജലീൽ പുനലൂർ, ജാമിറ്റ് ടീച്ചർ, ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്തേ.